عليكم ورحمة الله. الحمد لله الحمد لله رب العالمين. الحمد لله العزيز الجبار المتكبر هو الرحمن الرحيم. نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. ونشهد أن لا إله إلا الله ونشهد أن محمدا عبده ورسوله. സൂറത്തുൽ ഖലം 68-ാമത്തെ അധ്യായമാണ്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. نون والقلم وما يسطرون. നൂൻ എന്നതിന് സ്വാഭാവികമായിട്ട് നമ്മൾ സൂറത്തുൽ ബഖറയിൽ ചർച്ച ചെയ്തതുപോലെ അതിന് പ്രത്യേകമായൊരു അർത്ഥമൊന്നുമില്ല. അതൊരു സാങ്കല്പികമായ അറബികൾക്ക് അതിൻ്റെ അർത്ഥം അറിയാമായിരുന്നു. അന്നത്തെ ഒരു ട്രഡീഷണലായിട്ടുള്ള അല്ലെങ്കിൽ അറബ് സാഹിത്യത്തിലെ ഒരു പദം, അല്ലെങ്കിൽ അവർ കാലങ്ങളായി ഉപയോഗിച്ചു വന്നിരുന്ന ചില പദങ്ങൾ, യാസീൻ അതുപോലെ ഒരു പദം, അതിലപ്പുറത്തേക്ക് അതിനൊന്നും നമ്മൾ കാണേണ്ടതില്ല. എന്നാൽ ആ പദം സൂചിപ്പിക്കുന്നത് തുടർന്ന് പറയാനുള്ളൊരു വിഷയത്തിലേക്ക് ശ്രദ്ധ ക്ഷണിക്കാനാണ് എന്നാണ് മുഫസ്സിരീങ്ങളുടെ അഭിപ്രായത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. വൽ ഖലം, ഈ അൽ ഖലം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകമായ പേന, കലം എന്ന് പറഞ്ഞ പേനയാണ്. ഉറുദുവിലും ഹിന്ദിയിലും ഒക്കെ കലം പേനയായിട്ട് നമ്മൾ അറിയുന്ന, അതുപോലെ തന്നെ അറബിയിലും കലം പേനയാണ്. അപ്പോൾ ഈ കലം എന്നതിനെ വൽ ഖലം, ഒരു കൃത്യമായ പേനയാണ്. ഏത് പേന? വമാ യസ്തുറൂൻ, ഖുർആൻ എഴുതി വെക്കാൻ ഉപയോഗിക്കുന്ന ആ പേനയെ ഇവിടെ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഖുർആൻ എഴുതി വെക്കുന്നുണ്ട്. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ല ഖുർആൻ എഴുതുന്നത്. നമുക്കറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എഴുതാനോ വായിക്കാനോ അറിയില്ല. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ അത് എഴുതാൻ അറിയുന്ന ആളുകളാണ് എഴുതുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വചനം ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നു, എഴുതുന്നു. ഇതാണ് അവിടെ നടക്കുന്ന പ്രോസസ്സ്. ഇത് തുടക്കത്തിലാണ്. ഖുർആൻ അവതരണം നടന്നുകൊണ്ടിരിക്കുന്നു. ഇസ്ലാമിക പ്രബോധനത്തിൻ്റെ ആദ്യഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിൽ ആദ്യഘട്ടത്തിൽ ഇറങ്ങിയ സൂറത്താണ്. മാ അൻത ബിനിഅമതി റബ്ബിക ബിമജ്നൂൻ. മാ അൻത, നീ, ബിനിഅമതി റബ്ബിക, നിന്റെ റബ്ബിൻ്റെ അനുഗ്രഹത്താൽ, ബിമജ്നൂൻ, ഭ്രാന്തനല്ല. അപ്പോൾ ഭ്രാന്തനല്ല എന്ന് പറയാനുള്ളൊരു സാഹചര്യം ഭ്രാന്തനാണ് എന്ന് ആരോ പറഞ്ഞത് കൊണ്ടല്ലേ. അതായത് മക്കാവാസികളായ മുശ്രിക്കുകൾ പലതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറഞ്ഞു നടന്നൊരു സമയമാണ്. സ്വന്തം നാട്ടുകാരാൽ ഭ്രാന്തനെന്ന് വിളിക്കപ്പെടാത്ത ഒരു പ്രവാചകനും ലോകത്ത് കടന്നു പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു നാട്ടിലെ ആചാരങ്ങൾ, പാരമ്പര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ആചാരങ്ങളും സമ്പ്രദായങ്ങളെയും തിരുത്തുന്നവരായിരിക്കും അതാത് കാലഘട്ടത്തിലെ മിക്ക പ്രവാചകന്മാരും. അവരാദ്യം ചെയ്യുന്ന പണി അത് തന്നെയാണ്. കാരണം ഒരു സമൂഹത്തിൽ നടമാടിക്കൊണ്ടിരിക്കുന്ന സകലമാന ദുർപ്രവർത്തനങ്ങളെയും ദുഷിച്ച വഴികളെയും, പ്രത്യേകിച്ച് ഷിർക്ക്, അള്ളാഹുവല്ലാത്ത വ്യക്തികളെ, ശക്തിയെ, സൃഷ്ടിയെ, എന്താവട്ടെ ഖൽഖിനെ, അള്ളാഹിൻ്റെ ഖൽഖിനോടുള്ള തേട്ടം തേടുന്നവരായിരിക്കും മനുഷ്യർ. ഇന്നും അതല്ലേ. ഇന്നിപ്പോൾ നമ്മളിപ്പോൾ എന്ത് AI കാലഘട്ടം എന്ന് പറഞ്ഞാൽ, ഇന്നത്തെ കാലം നമ്മൾ നോക്കി, ലോകത്തിൻ്റെ എത്ര വലിയ വിവരവിജ്ഞാനമൊക്കെ ഉണ്ട് എന്നൊക്കെ അഹങ്കരിക്കുന്ന പല ആളുകളടക്കം അവരൊക്കെ ചെയ്യുന്ന പണി, അല്ലെങ്കിൽ നമ്മൾ പറയുക വലിയ IAS ഓഫീസേഴ്സ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള വലിയ പഠനങ്ങളൊക്കെ നടത്തി വലിയ ബഹുമതികളൊക്കെ കരസ്ഥമാക്കി ബിരുദവും ബിരുദാനന്തര ബിരുദവും ഡോക്ടറേറ്റും ഒക്കെ ഉള്ള ആളുകളടക്കം പോയിട്ട് സൃഷ്ടിപൂജ ചെയ്യുമ്പോൾ ഇതിലൊക്കെ ലോജിക്കിനെ പറ്റി ചിന്തിക്കുന്നതിലപ്പുറം നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. അവർ ചെയ്യുന്നൊരു ഒരു വിഡ്ഢിത്തം എന്താണ്? അവർ ഈ സൃഷ്ടിയുടെ മുമ്പിലാണല്ലോ ഈ സുജൂദ് ചെയ്യുന്നതും അവരുടെ പൂജയും വഴിപാടുകളും ഒക്കെ നടത്തുന്നത് സൃഷ്ടിയുടെ മുമ്പിലാണല്ലോ. അതിനെപ്പറ്റി അവരെന്താണ് ചിന്തിക്കാത്തത്?
ശരിക്കും ഇതിന് വലിയ ബുദ്ധിയൊന്നും ആവശ്യമില്ല. ഇപ്പോൾ ഇബ്രാഹിം അലൈഹിസ്സലാം, ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം സ്വന്തം ജനത്തോട് പറയുന്നില്ലേ, സ്വയം പ്രതികരിക്കാൻ പറ്റാത്ത, മറ്റുള്ളവർക്ക് യാതൊരു ഉപകാരവും ചെയ്യാൻ പറ്റാത്ത, ഒരു ഈച്ച വന്ന് മൂക്കിൽ വന്ന് നിന്നാൽ അതിനൊന്ന് ആട്ടാൻ പോലും പറ്റാത്ത ഒരു വിഭാഗത്തെയാണല്ലോ നിങ്ങൾ ദൈവങ്ങളാക്കി വെച്ചത് എന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം ആ ജനതയോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പക്ഷേ യഥാർത്ഥത്തിൽ ഒരു നാട്ടിലെ ജനം മുഴുവൻ മണ്ടന്മാരാണെങ്കിൽ, അവർ ബുദ്ധിയില്ലാത്തവരും വിഡ്ഢികളുമാണെങ്കിൽ, അല്ലെ ഭ്രാന്തന്മാരാണെങ്കിൽ, ഭ്രാന്തില്ലാത്തൊരു മനുഷ്യൻ ആ നാട്ടിലേക്ക് വന്നാൽ ആ ആളുകൾ ചോദിക്കാൻ തുടങ്ങും, ഇയാൾക്കെന്തോ പ്രശ്നമുണ്ടോ, ഒന്നാക്കെന്തോ ബുദ്ധിയുള്ള ആക്കെന്തോ നമ്മളിൽ നിന്ന് വ്യത്യസ്തമായാണല്ലോ ഇയാൾ പ്രതികരിക്കുന്നത് എന്ന് ചിന്തിക്കുന്ന പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 100% ഇരുണ്ട ഡാർക്ക് ഏജ് എന്നാണ് മൈക്കൽ അച്ചാട്ടൻ്റെ പുസ്തകത്തിൽ അതിനെപ്പറ്റി പറയുന്ന ആ കാലഘട്ടം. അറിവില്ലാത്ത ഒട്ടകത്തിൻ്റെ മൂക്കുകയർ പിടിച്ച് മെഡിറ്ററേനിയൻ കടൽ തീരത്തിലെ അപരിഷ്കൃതരായ അറബ് വിഭാഗം എന്ന് പ്രതിപാദിച്ച ആ ഒരു വല്ലാത്ത അറിവില്ലാത്ത അറബ് ലോകം, അതാണ് അതിൻ്റെ ശരിയായ ആ കാലഘട്ടത്തെ വിലയിരുത്തിയ ആളുകളൊക്കെ പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ആ കാലഘട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ വേദഗ്രന്ഥം. പക്ഷെ അന്ന് കവികൾ ധാരാളം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ചില ആളുകൾ ഇത് ഭ്രാന്തൻ പറയുന്നതല്ല, ഇത് ഒരു ഭ്രാന്തന് പറ്റുന്ന കാര്യങ്ങളല്ല പറയുന്നത്. ഒരു ഭ്രാന്തൻ എങ്ങനെയാണ് ചരിത്രത്തിൻ്റെ കഥകൾ, ചരിത്രത്തിൽ ഇന്ന് വരെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതെങ്ങനെ, അവർക്കതാണ് അത്ഭുതം. പരലോകത്തെ പറ്റി പറയുന്നതിൽ അവർക്ക് അത്ഭുതമില്ല, അത് പണ്ടും പലരും പറഞ്ഞതാണ്. പക്ഷേ ആ ചരിത്രത്തിൽ ഇന്നിപ്പം അസ്ഹാബുൽ കഹ്ഫിൻ്റെ വിഷയമാവട്ടെ, അതുപോലെ തന്നെ തൊട്ട് മുമ്പ് നടന്ന അബ്രഹത്ത് വന്ന് കഅബ ആക്രമിച്ച സംഭവം വരെ, അതൊക്കെ ആ ജനറേഷൻ മറന്നു തുടങ്ങിയിരിക്കുന്ന കാര്യങ്ങളാണ്. എന്നാലാവട്ടെ അതിൽ ഏറ്റവും കാരണവന്മാരായ പലർക്കും ഇതറിയാം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിലാണ് മജ്നൂൻ, ഭ്രാന്തൻ എന്ന പുതിയൊരു പരിപാടി, പുതിയൊരു പ്രതിഷേധം. അതൊക്കെ അവരുടെ ഒരു ഡിഫൻഡ് മെക്കാനിസമാണ്. ഇത് തകർക്കണം, എങ്ങനെയെങ്കിലും ഇതിനെ വളരാൻ അനുവദിച്ചുകൂടാ. കാരണം ഇത് നമ്മൾ അവിടെ ഇപ്പോൾ നമ്മൾ പറയില്ലേ, കേരളത്തിൽ ഒരു കാലഘട്ടത്തിൽ നടമാടിയിരുന്ന ഈ വിവേചനങ്ങൾ, ചിലരൊക്കെ ഉന്നതരാണ്, ചിലർ താഴ്ന്നതാര് എന്ന് പറഞ്ഞ് 4 വിഭാഗമായിട്ട് തിരിച്ചതും, മേലാളന്മാർ നടന്നു പോയ വഴിയെ കീഴാളന്മാർ നടക്കാൻ പാടില്ല എന്നൊക്കെ വെച്ചിരുന്ന ഒരു കാലഘട്ടം കേരളത്തിൽ കടന്നു പോയിട്ടില്ലേ? അതുപോലെയുള്ള ഒരു കാലഘട്ടം അറബികളുടെ ഇടയിലുണ്ടായിരുന്നു. അവിടെ ഉന്നത കുലജാതരുണ്ടായിരുന്നു, താണജാതികളും മാത്രമല്ല മനുഷ്യനെ അടിമയാക്കി വെച്ചിരുന്ന കാലഘട്ടമായിരുന്നു അത്. അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് ഇത് വന്നത്. അപ്പോൾ അവിടെ മജ്നൂനായിട്ട് ഭ്രാന്തൻ, അവരുടെ സ്ഥാനങ്ങൾ തെറിച്ചു പോകുന്നുള്ളതാണ് അവർ ഭയപ്പെട്ടിരുന്നത്. അവർ കാലങ്ങളായി കൊണ്ടു നടന്നിരുന്ന ഈ അടിമകളൊക്കെ അവർ ചോദിക്കുന്നുണ്ട്, ഹിന്ദ് ചോദിക്കുന്നുണ്ട്, അബൂ സുഫിയാൻ ചോദിക്കുന്നുണ്ട്, ഈ ബിലാൽ എന്ന കറുത്ത എൻ്റെ അടിമയും ഞാനും തുല്യനാവുമാ എന്നാണോ നിങ്ങൾ ഈ പറയുന്നത്? നിങ്ങളുടെ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞാൽ അതെ, മനുഷ്യരെല്ലാവരും ചീർപ്പിൻ്റെ പല്ല് പോലെ സമന്മാരാണ് എന്ന് പറയപ്പെടുന്നുണ്ട്. അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിനാണ് അവരുടെ അധികാരങ്ങളും അവരുടെ സിംഹാസനങ്ങളും അവരുടെ എല്ലാം തകർന്നടിയും എന്നവർക്കറിയാം. ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹയോടുള്ള വെറുപ്പല്ല അവർക്ക്, അല്ലെങ്കിൽ അള്ളാഹുവിനെ അംഗീകരിക്കാത്തതിൻ്റെ വിഷയമല്ല അതാണ് അവരിലെ ബഹുഭൂരിപക്ഷം മുശ്രിക്കുകളുടെയും പ്രധാന പ്രശ്നം അതായിരുന്നു. ഖുറൈശികൾ അതിനാണ് അവർ എതിർത്തത്. വഇന്ന ലക ലഅജ്റൻ ഗൈറ മംനൂൻ. ഭ്രാന്തൻ എന്ന വിളിപ്പേരൊക്കെ കേൾക്കുമ്പോൾ, യാ റസൂലല്ലാഹ്, നബിയേ നിങ്ങൾ ഭയപ്പെടണ്ട, നിങ്ങൾക്ക് അറ്റമില്ലാത്ത പ്രതിഫലം ഞാനിതാ വാഗ്ദാനം ചെയ്യുന്നു. അജ്റൻ ഗൈറ മംനൂൻ, നിലച്ചു പോകാത്ത പ്രതിഫലമാണ്. ലോകാവസാനം വരെ വാഴ്ത്തപ്പെടേണ്ട പ്രവാചകനാണ്. ലോകാവസാനം വരെ ജനങ്ങളെല്ലാം ലോകത്തെ ഇന്നും 2 ബില്യൺ അല്ലേ, എത്ര ആളുകളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇല്ലാതെ ഒരു വക്ത് നിസ്കാരം പോലും അള്ളാഹു കബൂൽ ചെയ്യൂല. സ്വലാത്തില്ലാതെ നിസ്കാരമില്ല. എല്ലാ നിസ്കാരത്തിലും അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്
അല്ലേ? സ്വലാത്ത് ചൊല്ലാതെ, ഇബ്രാഹിമി സ്വലാത്തില്ലാതെ നിസ്കാരമില്ല. ലോകാവസാനം വരെയുള്ള മനുഷ്യർ അള്ളാഹിൻ്റെ റസൂലിനെ പ്രകീർത്തിക്കുന്നു. ഇന്നും ലോകത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന വ്യക്തികളിലൊന്ന് മുഹമ്മദുർ റസൂലുള്ള. ആളുകൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന എത്രയെത്ര യൂണിവേഴ്സിറ്റികൾ, എത്രയെത്ര ആളുകളുടെ സംസാരങ്ങൾ, ഇത് അങ്ങ് തുടരല്ലേ ലോകാവസാനം വരെ. ലോകത്ത് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ പറഞ്ഞു, ഓരോ അംബിയ മുർസലുകളും അവരവരുടെ ഉമ്മത്തിനെയും കൊണ്ട് ഇങ്ങനെ വരും, അവരുടെ പിന്നാലെ അണിനിരക്കും. മഹ്ശറ വിചാരണ കഴിഞ്ഞിട്ട് സ്വർഗപ്രവേശനത്തിൻ്റെ സന്ദർഭത്തിലും അങ്ങനെ സ്വർഗപ്രവേശനത്തിലേക്ക് എല്ലാ പ്രവാചകന്മാരും കുറച്ചാളുകളെയുമായിട്ട് വരുമ്പോൾ എൻ്റെ പിന്നിലൊരു സമൂഹം തന്നെ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുമ്പോൾ, അല്ലാഹുവേ ഞങ്ങളെയും ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നുള്ള സ്ഥാനവും അത് എത്രയാ? ഏതൊരു നാട്ടുകാരാണോ കല്ലെറിഞ്ഞത്, ഏതൊരു നാട്ടുകാരാണോ പോകുന്ന വഴിയിൽ മുള്ളുകൊണ്ടിട്ടത്, ഏതൊരു നാട്ടുകാരാണോ ഭ്രാന്തനെന്ന് വിളിച്ചത്, ഏതൊരു നാട്ടുകാരാണോ കൊല്ലാൻ വേണ്ടി വരെ പ്ലാൻ ചെയ്തത്, ആ നാട്ടുകാരുടെ മുമ്പിൽ രാജാവായിട്ട് പിന്നെ വാഴിക്കലേ ഉണ്ടായത് ചരിത്രത്തിൽ. ഈ ആയത്തൊക്കെ വരുമ്പോൾ തന്നെ അതിനെ നിഷേധിക്കായിരുന്നല്ലോ. ഒരു പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അങ്ങനെ ഒരു ബഹുമതിയൊന്നും കിട്ടാതെ തന്നെ മദീനയിൽ പോയിട്ട് ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നാലും ഈ ആയത്തിനെതിരാവുന്നത് അല്ലേ? ഈ ആയത്തിനെതിരായൊരു സംഭവമായി മാറുമായിരുന്നു. പക്ഷേ മുമ്പോട്ടുള്ള കാര്യങ്ങളെ, ഇത് സത്യവേദമാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്, അള്ളാഹുവിൻ്റെ കലാമാണ്, അള്ളാഹിൻ്റെ റസൂലിനെ പറ്റി ഈ കാര്യം പറയുമ്പോൾ മക്കയിലെ ഒന്നുമില്ല, വിരലിലെണ്ണാവുന്ന വളരെ തുച്ഛം ആളുകൾ മാത്രമാണ് ഇസ്ലാം സ്വീകരിച്ചിട്ടുള്ളത്. وَإِنَّكَ لَعَلَى خُلُقٍ عَظِيمٍ. നിങ്ങൾ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്ക് ഉടമസ്ഥനാണ്, സത്യസന്ധനാണ്, വിശ്വസ്തനാണ്. ശത്രുക്കൾ വരെ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവെക്കാൻ, സൂക്ഷിക്കാൻ ഏൽപ്പിക്കുക മുഹമ്മദ് റസൂലുള്ളാഹിയുടെ സല്ലല്ലാഹു അലൈഹി വസല്ലം കടയിലാണ്, അവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കും. കാരണം പലരോടും അന്ന് വാക്ക് തെറ്റിക്കുന്നവർ, വിശ്വാസവഞ്ചകർ, ഇങ്ങനെയുള്ള മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നാട്ടിൽ ഒരു പ്രമാണിത്ത പാരമ്പര്യമുണ്ട്. കാരണം ഖുറൈശി കുടുംബത്തിലെ ഹാഷിം കുടുംബത്തിലാണ്, അബ്ദുള്ളാൻ്റെ മോനാണ്. അബ്ദുള്ള ആരാന്ന് ചരിത്രത്തിൽ പഠിക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും. അബ്ദുള്ളാൻ്റെ ജ്യേഷ്ഠന്മാരെ പറ്റി, 9 ജ്യേഷ്ഠന്മാരെ പറ്റി. അബ്ദുള്ളാൻ്റെ പിതാവ് അബ്ദുൽ മുത്തലിബിനാണ് കഅബ ഷരീഫിൻ്റെ താക്കോല് കൈവശം വെക്കാനുള്ള അധികാരമുള്ളത്. അപ്പം ആ ഒരു കഅബയുടെ പരിചാരകന്മാരായ കുടുംബം എന്ന അർത്ഥത്തിലും ഖുറൈശ് കുടുംബത്തെ, പ്രത്യേകിച്ച് മക്ക ടു മദീന അല്ലെങ്കിൽ യഥ്രിബിലേക്ക്, സിറിയയിലേക്ക്, അങ്ങ് മറ്റ് പല രാജ്യങ്ങളിലേക്ക്, യമനിലേക്കൊക്കെയുള്ള യാത്രകൾ, കച്ചവട യാത്രകൾ നടക്കുമ്പോൾ വഴിമധ്യയുള്ള കൊള്ളക്കാരുണ്ടാവും. പക്ഷേ ഖുറൈശികളാണോ കൊള്ളക്കാർ വരെ ഒന്ന് മാറി നിൽക്കും. കാരണം ഖുറൈശികളെന്ന് പറഞ്ഞാൽ അവർ വലിയ ആളുകളാണ്, അവർ അദബുള്ളവരാണ്, പുണ്യവാന്മാരാണ്. മക്കയിൽ അവർ വലിയ ദൈവീക പാരമ്പര്യമുള്ള, മുൻകാല പ്രവാചകൻ പരമ്പരയിൽ ഇബ്രാഹിം അലൈഹിസ്സലാമിൻ്റെ, ഇസ്മായിൽ അലൈഹിസ്സലാമിൻ്റെ പരമ്പരയാണ്. അതുകൊണ്ട് അവർ പുണ്യപ്രവാചകന്മാരുടെ പരമ്പരയിലുള്ളവരെ നമ്മൾ അവഹേളിക്കരുതെന്ന് കൊള്ളക്കാർക്ക് വരെ ബോധ്യമുള്ള ഒരു കാലഘട്ടമായിരുന്നു. ആ പാരമ്പര്യത്തിലാണ് മുഹമ്മദ് റസൂലുള്ള, ആ ഒരു ചെയിനിൽ വന്നതാണ്, ആ ഒരു പരമ്പരയിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ. അതുകൊണ്ട് തന്നെ ആ ഒരു റെസ്പെക്റ്റും മക്കയിലുണ്ട്. മാത്രമല്ല അൽ അമീനാണ്. എല്ലാവർക്കും അറിയാം നബിയുടെ സ്വഭാവ ഗുണങ്ങൾ ഉന്നതമായ. കാരണം ഇത്രയേറെ ജീവിതത്തിൽ വേറെ ആർക്ക് പറ്റും? ഇത്രയേറെ നാട്ടുകാരാൽ ദ്രോഹിക്കപ്പെട്ട് നമ്മളെ പറ്റി ആലോചിച്ചാൽ മതി. നമ്മളൊരാൾ ഇങ്ങനെ വല്ലാതെ പലതും പറഞ്ഞു നടന്നാൽ പിന്നെ നമ്മളിപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളൊന്നും ആലോചിച്ചാൽ, നമ്മൾ വാട്സപ്പ് ബ്ലോക്ക് ചെയ്ത് കളയും. നമ്മളെന്തെങ്കിലും ഒരാൾ ഒരു മെസ്സേജ് ചെയ്യുമ്പോൾ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കളയും. പിന്നെ അയാളെ ഫോൺ എടുക്കൂല, പിന്നെ അയാളെ നമ്മൾ കണ്ടാൽ മുഖത്ത് നോക്കൂല, അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം മഅഫൂ ചെയ്യാൻ, ദ്രോഹിച്ചവരോട് മാപ്പ് കൊടുക്കാൻ, അല്ലേ? ഹജ്ജത്തുൽ വിദാഇൻ്റെ സന്ദർഭത്തിൽ മക്കം ഫതഹിൻ്റെ സമയത്തിലൊക്കെ എത്രയെത്ര ഉദാഹരണങ്ങളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ. വഹ്ഷിയെ കാണുമ്പോൾ ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു വഹ്ഷിയോട്, ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം നിങ്ങൾ എൻ്റെ മുമ്പിൽ വന്ന് നിൽക്കല്ലേ. എൻ്റെ ഉപ്പയുടെ ജ്യേഷ്ഠനെ, പ്രത്യേകിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയ ഹൃദയബന്ധമുള്ള ആളായിരുന്നു ഹംസ റളിയല്ലാഹു അൻഹു. ഹംസ റളിയല്ലാഹു അൻഹു ആ കഅബ ഷരീഫിൻ്റെ മുമ്പിൽ വെച്ചിട്ട് ഒരിക്കൽ
അന്ന് ഹംസ റളിയല്ലാഹു ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സഹാബത്തിനെയും ക്രൂരമായിട്ട് മർദ്ദിക്കുന്ന ഒരു വലിയ കശപിശയുണ്ടായ സമയത്ത്, ആ സന്ദർഭത്തിലാണ് ഒരു വേട്ട കഴിഞ്ഞ് തിരിച്ചു വരികയാണ് ഹംസ റളിയല്ലാഹു അൻഹു കുതിരപ്പുറത്ത്. ആ കാഴ്ച കണ്ടിട്ട് കുതിരയെ അതിവേഗത്തിൽ ഓടിച്ചുകൊണ്ട് ഈ ബഹളമുണ്ടാക്കുന്ന ജനങ്ങൾക്ക് മധ്യത്തിലേക്ക് എടുത്തു ചാടിക്കൊണ്ട് സിംഹത്തെപ്പോലെ ഗർജിച്ചുകൊണ്ട്, ആർക്കാണടാ എൻ്റെ സഹോദരൻ്റെ മകനെ ഉപദ്രവിക്കാനുള്ളത്? ഞാനും ഇസ്ലാമാണടാ, എന്നെ തല്ലാൻ ധൈര്യമുള്ളവൻ മക്കയിൽ ജനിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ മുമ്പിൽ നേരെ വാടാ എന്ന് പറഞ്ഞിട്ട് ഗർജിക്കുന്ന സിംഹം ഹംസ റളിയല്ലാഹു അൻഹുവിനെ എങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മറക്കാനാവും? ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ഇസ്ലാം സ്വീകരണം ശക്തിയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വലിയൊരു ശക്തി കൈവന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു കുടുംബപരമായിട്ട് കാരണം 1-ാം തീയതി തന്നെ, സത്യപ്രബോധനത്തിൻ്റെ 1-ാം തീയതി തന്നെ മക്കയിൽ സ്വന്തം ഉപ്പയുടെ മറ്റൊരു ജ്യേഷ്ഠൻ അബൂലഹബിൻ്റെ വർത്താനത്തിൽ മനസ്സ് വേദനിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസത്തിൻ്റെ കുളിർമഴയായി ഹംസ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുകയാണ്. തുടക്കത്തിൽ ആ ഒരു വൈകാരിക അവസ്ഥയിലാണ് ഇസ്ലാം സ്വീകരണമെങ്കിലും ഹംസ റളിയല്ലാഹു അൻഹു പിന്നീട് മനപരിവർത്തനം തന്നെ, പിന്നെ ഇസ്ലാമിൻ്റെ പതാകവാഹകനായിട്ട് മാറുകയാണ്. ആ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ ചതിച്ച് കൊന്ന വഹ്ശിയോട് പറയത്രേ, എൻ്റെ മുമ്പിൽ ഇങ്ങനെ വന്ന് നിൽക്കല്ലേ, എനിക്ക് വല്ലാത്ത പ്രയാസം തോന്നുന്നെന്ന്. പക്ഷെ ആ പ്രയാസം വഹ്ശി തിരുത്തുണ്ട് പിന്നെ ചരിത്രത്തിൽ. ഇതൊക്കെ പഠിക്കുമ്പോൾ, ഈ ചരിത്രമൊക്കെ നമ്മൾ പഠിച്ചാൽ എന്ത് രസമാണെന്നറിയോ. പിന്നെ വഹ്ശി വന്നിട്ട് ഒരിക്കൽ ചോദിക്കുന്നുണ്ട്, ഹംസ റളിയല്ലാഹു അൻഹുവിനെ കൊന്ന അതേ കൈ കൊണ്ട് ഇസ്ലാമിൻ്റെ, അന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിച്ചിരിപ്പുള്ള കാലമല്ല, പിൻകാലത്ത് ഖുലഫാഉർ റാഷിദുകളുടെ ഭരണകാലഘട്ടത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവും വഹ്ശിയും ഒക്കെ ഒരുമിച്ച് യുദ്ധം ചെയ്ത ആ മുസൈലിമത്തുൽ കദ്ദാബ് എന്ന് പറയുന്ന കള്ളപ്രവാചകനെതിരെ അതിശക്തമായ ഒരുപാട് മുസ്ലിം സഹോദരങ്ങൾ, പ്രത്യേകിച്ച് സഹാബിമാർ, പ്രമുഖരായ സഹാബിമാർ, രക്തസാക്ഷികളായ ഷഹീദായിട്ടുള്ള യുദ്ധമാണ്. ആ യുദ്ധത്തിൽ ഒരിക്കലും ഈ കോട്ട പിടിച്ചടക്കാൻ പ്രയാസപ്പെട്ടു. കോട്ട എങ്ങനെയാണ്, ഈ കോട്ടയിലേക്കൊന്ന് കയറുക, വലിയ കോട്ടയാണ്. ആ മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ കോട്ടയിലേക്ക് ഇവർ വലിയ ഏണിയൊക്കെ വെച്ചിട്ട് കയറി, അങ്ങനെ എങ്ങനെയോ ഡോറൊക്കെ തുറന്ന് അവർ ഉള്ളിലേക്ക് അതിക്രമിച്ച് കയറി ആ മുസൈലിമത്തുൽ കദ്ദാബിനെ വധിക്കാൻ കഴിയുന്ന വലിയ സൈന്യമുണ്ട് മുമ്പിൽ. ഒരിക്കലും പക്ഷേ വഹ്ശിക്കൊരു വാശിയുണ്ടായിരുന്നു. വഹ്ശിയുടെ വാശി, അങ്ങനെ പറയാം നമുക്കതിനെ. എനിക്ക് കൊല്ലണം ഇസ്ലാമിൻ്റെ ശത്രുവിനെ, ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ മുന്നണി പോരാളിയെ ഏത് കരങ്ങൾ കൊണ്ടാണോ വധിച്ചു കളഞ്ഞത്, അതേ കരങ്ങൾ കൊണ്ട് ചരിത്രത്തിൽ എനിക്കതിൻ്റെ നേട്ടം കൊയ്യണമെന്ന ആഗ്രഹത്തോടെ വഹ്ശി തൻ്റെ കുന്തവുമായിട്ട് ചീറിപ്പാഞ്ഞ് ചാട്ടുളി പോലെ എന്നിട്ട് നേരെ തൊടുത്തുവിട്ടു. അസ്ത്രം കണക്കെ നേരെ ചെന്ന് തറച്ചു മുസൈലിമത്തുൽ കദ്ദാബിൻ്റെ നെഞ്ചത്ത് തന്നെ. ആ കുന്തമെറിഞ്ഞ് കൊന്ന ശേഷം വഹ്ശി മരുഭൂമിയിലേക്ക്, ആളില്ലാത്ത ഒരു സ്ഥലത്തേക്ക് ഒറ്റ ഓട്ടമാ ഓടിച്ചെന്നിട്ട് ആകാശത്തേക്ക് ഇരു കൈകളും ഉയർത്തിക്കൊണ്ട്, യാ റബ്ബേ, ഞാനിത് ചെയ്തു എന്നിട്ട് വിളിച്ച് പറയാ, ഹംസ കേൾക്കുന്നുണ്ടോ അറിയില്ല, ഞാനിതാണ് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ ശത്രുവിനെ എന്നിട്ട് അതിനുശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പറ്റി ഒരുപാട് പ്രകീർത്തിച്ചുകൊണ്ട് വഹ്ശി ഇങ്ങനെ മക്കയിലൂടെ നടക്കുമത്രേ. ഒരു അടിമയായിരുന്ന വഹ്ശി, അവർക്കൊക്കെ ജീവിതം ഉണ്ടായത്. ഒരിക്കലും വഹ്ശിക്ക് അള്ളാഹിൻ്റെ റസൂലിനോട് ഒരിക്കലും ഒരു തരത്തിലും വിദ്വേഷം ഉണ്ടായിരുന്നില്ല. ബിലാലിൻ്റെ സുഹൃത്തായിരുന്നു റളിയല്ലാഹു അൻഹു. ബിലാൽ പറയുന്ന കഥകൾ കേട്ട വഹ്ശി, ബിലാൽ പോയിട്ട് സുഹൃത്തായ വഹ്ശിയോട് പറയും, നിങ്ങൾക്കറിയോ മുഹമ്മദിനെ റസൂലുള്ള. ശരിക്കും യഥാർത്ഥത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള വിദ്വേഷം കൊണ്ടല്ല ഒരിക്കലും ഹിന്ദിനെ, വഹ്ശിയെ ഈ പണി ഏൽപ്പിക്കാൻ, വഹ്ശി അത് ഏറ്റെടുക്കാൻ കാരണം പൈസ കിട്ടും, സ്വതന്ത്രനാവും എന്നുള്ളത് മാത്രമാണ്, വേറൊന്നുമല്ല. ഒരു അർത്ഥത്തിലും ഹംസ റളിയല്ലാഹു അൻഹുവിനോടോ ഇസ്ലാമിനോടോ വിദ്വേഷം വഹ്ശിക്ക് ഉണ്ടായിരുന്നില്ല, മാത്രമല്ല സ്നേഹം ഉണ്ടായിരുന്നതും. പക്ഷേ അവിടെയുള്ള ഭൗതിക ലാഭമാണ് വഹ്ശി അന്ന് പ്രയോറിറ്റി കൊടുത്തത്, കാരണം സ്വതന്ത്രനാവും എന്നുള്ളത്. രണ്ടാമത്തേത് ഹിന്ദാണ്. ഹിന്ദിന് ഹംസ റളിയല്ലാഹു അൻഹുവിനോട് വ്യക്തിവൈരാഗ്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ബദർ യുദ്ധത്തിൽ എൻ്റെ ചോരയെ കൊന്നതുകൊണ്ട് ആ ചോരക്ക് ചോര എന്നുള്ള ആ ഒരു മാനസിക ശേഷം ഹിന്ദു ഇസ്ലാം സ്വീകരിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ ഹിന്ദും അഥവാ അള്ളാഹു ആയാലോ നമുക്ക് പറയാൻ പറ്റില്ല,
ഹംസ റളിയല്ലാഹു അൻഹു സ്വർഗത്തിൽ, പിന്നെ വഹ്ഷി സ്വർഗത്തിൽ, ഹിന്ദ് സ്വർഗത്തിൽ, അല്ലാഹു ആലം, നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനെ ആയാൽ ഒരു 3 പേരും ഇരുന്നൊരു സംഭാഷണമുണ്ടാകും. എന്ത് രസകരമായിരിക്കും. അതിലേക്ക് ഖാലിദ് ബിൻ വലീദ് കയറി ചെല്ലണം. ഉമറും അബൂബക്കറും ഉസ്മാനും അലിയും റളിയല്ലാഹു അൻഹുമാ കൂടിച്ചേരണം. അതിൽ മുഹമ്മദ് റസൂലുള്ളയും ചേരണം. ഖദീജ ബിവിയും ഫത്തിമ ബിവിയും ഒക്കെ, അവരൊക്കെ സ്വർഗത്തിൽ ഒരുമിച്ചിരുന്നുള്ള ഒരു സംസാരം എന്ത് മനോഹരമായിരിക്കും. യാ അല്ലാ, ഞങ്ങളെയും നീ ആ ജന്നാത്തുൽ ഫിർദൗസിൽ ചേർക്കണേ. അതിനൊക്കെ സാക്ഷിയായി അതൊക്കെ ഒന്ന് കാണാനുള്ള സൗഭാഗ്യമെങ്കിലും തരണേ യാ അല്ലാ. അള്ളാഹുവേ, ഇതൊക്കെ വലിയ നേട്ടമാണ്. ഫസതുബ്സിറു വയുബ്സിറൂൻ. എന്നിട്ട് പറയാ, നീ ഉന്നതമായ സ്വഭാവ ഗുണങ്ങൾക്ക് ഉടമസ്ഥനാണ് യാ റസൂലല്ലാ. അതുകൊണ്ട് ഫസതുബ്സിറു വയുബ്സിറൂൻ. അവരൊക്കെ കണ്ടറിയും ചരിത്രം അങ്ങനെയാണ്. ഭാവി പ്രവചിച്ച വിശുദ്ധ ഖുർആൻ ഇനിയുള്ള കാര്യങ്ങളൊക്കെ അവർ കണ്ട് മനസ്സിലാക്കിക്കോളും. ഈ പറഞ്ഞത് എന്താന്ന് കണ്ടില്ലേ? മക്കം ഫതഹ് കണ്ടില്ലേ? ഇന്ന് ലോകത്ത് ഇന്ന് ഏതൊരു ഇസ്ലാമിനെയാണോ തകർത്തില്ലാതാക്കാൻ നോക്കിയത്, ആ മക്കയിലും മദീനയിലും ഇന്ന് ലക്ഷങ്ങളുടെ പ്രവാഹമാണ്. ലോകാവസാനം വരെ കഅബ ഷരീഫിൻ്റെ അടുക്ക് ഒരാൾക്ക് ഒരു ഇഞ്ച് നിൽക്കാൻ പോലും സ്ഥലമില്ലാത്ത തിരക്കാണ്. അവർ കാണട്ടെ, കണ്ട് മനസ്സിലാക്കട്ടെ. ബിഅയ്യികുമുൽ മഫ്തൂൻ. ആരാണ് ഭ്രാന്തൻ, ആരാണ് മഫ്തൂനായവൻ, ആരാണ് കുഴപ്പത്തിലകപ്പെടാൻ പോകുന്നതൊക്കെ അവരിനി കണ്ട് മനസ്സിലാക്കാൻ പോകുന്നതേയുള്ളൂ യാ റസൂലല്ലാ. ശുഭപ്രതീക്ഷയാണ് ഇസ്ലാം, ശുഭപ്രതീക്ഷയാണ് ഖുർആൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആശ്വാസത്തിൻ്റെ വചനങ്ങൾ കൂടെയാണ്. ഇന്ന റബ്ബക ഹുവ അഅലമു ബിമൻ ضل عن سبيله وهو أعلم بالمهتدين. ഇന്ന റബ്ബക, തീർച്ചയായും നിന്റെ റബ്ബ്, ഹുവ അവനറിയും, അവൻ അഅലമു അവൻ അറിയുന്നവനാണ്, ബിമൻ ضل عن സബീലി ആരാണ് സന്മാർഗത്തിൽ നിന്ന് വഴി തെറ്റിപ്പോയതെന്ന്, ആരാണ് ളലാലത്തിലെന്ന്, ആരാണ് വഴികേടിലെന്ന്. വഹുവ അഅലമു ബിൽ മുഹ്തദീൻ, ആരാണ് ഹിദായത്തിൽ നിർമാർഗത്തിലെന്നും അള്ളാഹുവിനറിയാം. അതുകൊണ്ട് നീ റസൂലുള്ളാഹ്, യാ റസൂലല്ലാഹ്, ഭയപ്പെടേണ്ടതില്ല. അള്ളാഹുവിൻ്റെ വചനങ്ങളാണ്, പ്രതീക്ഷയുടെ വാക്കുകളാണ്. ഫലാ തുതിഇൽ മുകദ്ദിബീൻ, ഈ കളവാക്കുന്നവരെ നീ അനുസരിക്കേണ്ടതില്ല. അത് അനുസരിക്കേണ്ടതില്ല എന്ന് പറയുന്നത് സൂറത്തുൽ കാഫിറൂനൊക്കെ ഇറങ്ങുന്ന ഒരു സന്ദർഭം ഉണ്ടല്ലോ. കുറച്ചു കാലം ഒരു രീതിയിലും ഇസ്ലാമിനെ എത്രത്തോളം അവരെതിർക്കുന്നോ അത്രത്തോളം ഇസ്ലാം വളർന്നുകൊണ്ടിരിക്കുക. അവരെങ്ങനെയൊക്കെ എതിർക്കുന്നു. അപ്പോൾ അവരൊന്ന് മഴപ്പെട്ടു പിന്നെ വന്ന് പറഞ്ഞത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഒരു കൊല്ലം ഞങ്ങൾ അള്ളാഹുവിനെ ആരാധിക്കാം, ഒരു കൊല്ലം നമുക്കിവിടെ വിഗ്രഹങ്ങളൊക്കെ ആക്കാം. പിന്നെ മാത്രമല്ല, ഈ ഒരു അടിമ ഉടമ സമ്പ്രദായമൊക്കെ ഉണ്ടല്ലോ, എല്ലാ മനുഷ്യരും ഒന്ന് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കൊരു അഡ്ജസ്റ്റ്മെൻറ്റ് ഉണ്ടാക്കിക്കൂടെ എന്നൊക്കെ പറഞ്ഞൊരു അഡ്ജസ്റ്റ്മെൻറ്റിലേക്ക് അവർ വരാനും തുടങ്ങി. മാത്രമല്ല, കദ്ദാബായ ആളുകൾ അവരൊരു കാരണവശാലും നീ ഫോളോ ചെയ്യാനോ അവരനുസരിക്കാനോ പോകേണ്ടതില്ലെന്നും താഴ്ന്നു കൊടുക്കേണ്ടതില്ലെന്നും അൻതുമുൽ അഅലൗന ഇൻ കുൻതും മുഅ്മിനീൻ എന്ന് ഖുർആൻ. വദ്ദു ലൗ തുദ്ഹിൻ, അൻതുമുൽ അഅലൗന എന്ന് പറഞ്ഞാൽ നീയാണ് ഉന്നതന്മാർ. അതെല്ലാ കാലഘട്ടത്തിലും നമ്മൾ ഈ കാഫിറുകളെയും മുശ്രിക്കുകളുടെയും മുമ്പിൽ പോയിട്ട് വച്ചാനിച്ച് നിൽക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ അവരെക്കാൾ ഔന്നിത്യവാന്മാരാണ്. ഈ പ്രപഞ്ച സൃഷ്ടാവിൻ്റെ യഥാർത്ഥ വിശ്വാസികളായിട്ടുള്ള നമ്മൾ, യഥാർത്ഥ വഴിയിലായിട്ടുള്ള നമ്മൾ എന്തിനാണ് അവരുടെ മുമ്പിൽ പോയി തലകുമ്പിട്ട് നിൽക്കേണ്ടത്? നമ്മളല്ലേ ഉന്നതന്മാർ. വദ്ദൂ ലൗ തുദ്ഹിനു ഫയുദ്ഹിനൂൻ. നിങ്ങളൊന്ന് കുറച്ചൊന്ന് അനുനയം കാണിച്ചാൽ അവരും അനുനയത്തിന് അവർ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു നീക്കുപോക്കിനൊന്നും നമ്മളൊന്നും നിൽക്കേണ്ട കാര്യമില്ലാതെ ഏത് കാലത്തായാലും നമ്മൾ നമ്മുടെ ദീനിനെ വിട്ടൊരു നീക്കുപോക്കിന് നമ്മൾ സ്വയം തയ്യാറാകേണ്ടതില്ലെന്ന് വിശുദ്ധ ഖുർആൻ ിലൂടെ അല്ലാഹ് അറിയിക്കാണ്. വലാ തുതിഅ കുല്ല ഹല്ലാഫിൻ മഹീൻ. അവരിങ്ങനെ ആണയിട്ട് സത്യം പറഞ്ഞൊക്കെ
പറഞ്ഞുകൊണ്ടിരിക്കും. അവർ നീചന്മാരാണ്, അവരെ വിശ്വസിക്കരുത്, അവരെ അനുസരിക്കരുത്. ഹമ്മാസിം മശ്ശാഇം ബിനമീം, അവരോ ഏഷണിയുമായിട്ട് നമീമത്തും പറഞ്ഞ് നടക്കുന്നവരാണ്, പരദൂഷണം പറഞ്ഞ് നടക്കുന്നവരാണ്. നിങ്ങളുടെ ഭാഗത്ത് വന്നിട്ട് ഒരു കാര്യം പറയും, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണുമ്പോൾ അവർ പലതും നല്ലത് പറയും, എന്നിട്ട് അവരവരുടെ ഗ്യാങ്ങിൽ പോയിട്ട് നബിക്കെതിരെ പ്രവർത്തിക്കുന്നവരാണ്. അങ്ങനെയുള്ള കദ്ദാബായിട്ടുള്ള കാഫിറുകൾ അവരെ അനുനയിക്കാനോ അവരോടുള്ള ഒരു നല്ല വാക്ക്, നല്ല രീതിയിൽ അവരുമായിട്ടൊരു ഒത്തുതീർപ്പിനോ ചർച്ചക്കോ പോകേണ്ടതില്ല. റസൂലുള്ള ചരിത്രം വഴിമാറും, നിങ്ങൾ വിജയിക്കാൻ പോവാണ്. മന്നാഇൽ ലിൽ ഖൈരി മുഅ്തദിൻ അസീം, അവരുടെ മറ്റൊരു കാര്യം അവർ കുറ്റവാളിയാണ് എന്ന് മാത്രമല്ല, അവർ ഖൈറ് തടയുന്നവരാണ്. വലിയ കുറ്റം ചെയ്യുന്ന കുറ്റവാളികളായ കളവാക്കുന്ന ഈ അക്രമികളെ ഒരിക്കലും നീ അനുസരിക്കരുതേ. അവരുടെ പ്രത്യേകത ഇതൊക്കെയാണ്. അവരിത്രയും മോശം സ്വഭാവമുള്ള ആൾക്കാരാണ്. സ്വഭാവപരമായിട്ട് ഔന്നിത്യത്തിൻ്റെ ഏറ്റവും നല്ല, ഇവിടെ മേലെ പറഞ്ഞല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹു ഇന്ന ലക അജ്റൻ ഗൈറ മംനൂൻ ലഖുൽ ഖുലുഖിൻ അളീം, ഏറ്റവും ഉന്നതമായ സ്വഭാവം ഗുണമുള്ള യാ റസൂലല്ലാഹ്, ഒരിക്കലും ഇവരെ ഒന്നും പിന്നാലെ പിടിക്കേണ്ട കാര്യമില്ല. അവരൊന്നും കാല് പിടിക്കാനും പോകണ്ട, അവരവരുടെ വഴിക്ക് പോവട്ടെ, വഴി കേടിൽ അവർ ജീവിച്ചോട്ടെ, അവർക്ക് ഉത്ബോധനം കൊടുക്കുക. റസൂലുള്ളാഹിയുടെ പണിയതാ, അത് ചെയ്താൽ മതി. ഉതുല്ലിം ബഅദ ദാലിക സനീം, അവർ ക്രൂരന്മാരാണ്, മാത്രമല്ല സനീമാണ്. വ്യഭിചാരമൊക്കെ ആയിട്ട് നടക്കും, വ്യഭിചാരം ചെയ്യുന്ന, ഗീബത്തും നമീമത്തും പരദൂഷണവും വൃത്തികേടുകളുമായിട്ട് നടക്കുന്ന ഈ ഒരു വിഭാഗത്തിന് നീ എന്തിനാണ് അവരുടെ പിന്നാലെ പോകുന്നത്? അത് ഏത് കാലത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്ന കാര്യം നമ്മളോടും കൂടിയാ. നമ്മൾ ഈ കാലത്ത് ആ അർത്ഥത്തിലുള്ള ചങ്ങാതിമാരും സുഹൃത്തുക്കളുമായിട്ടൊന്നും വല്ലാതെ അങ്ങോട്ട് അടുക്കാൻ പോകേണ്ടതില്ല എന്ന് തന്നെയാണ് ഇസ്ലാമിൻ്റെ താല്പര്യം. അങ്ങനെയുള്ള ആളുകൾ അവരുടേതായ മദ്യപാനികളും അതുപോലെ അക്രമം കാണിക്കുകയും ജീവിതത്തിൽ യാതൊരു മൂല്യമില്ലാതെ അങ്ങനെയൊക്കെ ജീവിക്കുന്ന ആളുകളില്ലേ, ഒരാൾക്കൊരു ഉപകാരവും ചെയ്യില്ല, വെറും ഗീബത്തും പരദൂഷണവും ഒക്കെ നടക്കുന്ന ആളുകൾ, അവരെയൊക്കെ പിന്നാലെ നമ്മൾ എന്തിനു പോണ്? അവരങ്ങനൊക്കെ തോന്നിവാസികളായി ജീവിക്കുന്നതിൻ്റെ കാരണം അവരുടെ പണമാണ്. കുറച്ച് കയ്യിൽ പൈസ വന്നു എന്നുള്ളതാണ് അവരാ പ്രവൃത്തിയൊക്കെ. അതിന്ന് ഈ മുസ്ലിം സമുദായത്തിൻ്റെ അകത്തുള്ള വിഷയം എടുത്ത് നോക്കുകയാണെങ്കിലും കയ്യിൽ 4 പണമുണ്ടാകുമ്പോഴത്തേക്ക് വലിയ അഹങ്കാരിയാകുന്നു. പിന്നെ പള്ളി വേണ്ട, പിന്നെ നിസ്കാരം വേണ്ട, പിന്നെ ഇസ്ലാം വേണ്ട, പിന്നെ ദീന് വേണ്ട, പിന്നെ അവർ ആർഭാടങ്ങളുടെ ലോകമാണ്, പിന്നെ മദ്യം ഹലാലായി, പിന്നെ എന്ത് തോന്നിവാസമാകാം, പിന്നെ ഗീബത്ത് പറയാം, എല്ലാത്തിനും അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരായി മനുഷ്യർ മാറണം. അത് ഇക്കാലത്തുണ്ട് അക്കാലത്തുണ്ട്. അതുകൊണ്ട് അവരുടെ മക്കളും അവരുടെ ഗർവും അഹങ്കാരവും സമ്പത്തും കാരണമാണ് അവർ വഴിതെറ്റിപ്പോയത്. ഇദാ തുത്ലാ അലൈഹി ആയാതുനാ ഖാല അസാതീറുൽ അവ്വലീൻ, ലക്ഷക്കണക്കായ ആളുകൾ ഈ ഖുർആൻ്റെ മജ്ലിസിൽ ഈ ഖുർആൻ്റെ അള്ളാഹിൻ്റെ കലാം യൂട്യൂബിലൂടെ കേൾക്കുമ്പോൾ ഞാൻ മനസ്സിലാക്കുകയാണ്, എൻ്റെ ഒരു തോന്നലാണ്. ഇതിന് വിപരീതമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്നൊന്ന് അറിയിക്കണമെന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ആയത്തുകൾ, ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് ഞാൻ പറയാം. ഇതാ തുത്ല അലൈഹി ആയാതുന, അവർ ഈ ആയത്തുകളൊക്കെ കേൾക്കുമ്പോൾ പറയും ഖാല അസാതീറുൽ അവ്വലീൻ, ഇതൊക്കെ പഴംപുരാണങ്ങളായി, ഇതൊക്കെ ഞങ്ങൾ ഒരുപാട് കേട്ടതാ, ഞങ്ങളതിനൊന്നും കിട്ടൂല എന്ന് പറഞ്ഞ് വഴിമാറി നിൽക്കുന്നവർ അധികവും സമ്പന്നരായിരിക്കും. സമ്പന്നരായ ആളുകൾ, ഇപ്പോൾ ഞാനൊരു സ്റ്റഡി നടത്തുകയാണെങ്കിൽ, ഇപ്പോൾ ഈ ലക്ഷക്കണക്കിന് ആളുകൾ ഫാത്തിഹ സൂറത്ത് തന്നെ 1.5 ലക്ഷത്തിലധികം ആളുകൾ ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇനി ഒരുപാട് ആളുകൾ അത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളിൽ മെജോറിറ്റി, ഭൂരിപക്ഷം ഒന്നെങ്കിൽ അപ്പർ മിഡിൽ ക്ലാസ് വിഭാഗത്തിലോ അല്ലെങ്കിൽ മിഡിൽ ക്ലാസ് അല്ലെങ്കിൽ താഴെയുള്ളവർ, പാവങ്ങളായ ആളുകളായിരിക്കും, സാധാരണക്കാരായ ആളുകളായിരിക്കും. സാമ്പത്തികമായിട്ടുള്ള വിഷയമാണ് പറയുന്നത്. അതിസമ്പന്നരായ ആളുകളൊന്നും ഈ ഖുർആൻ്റെ ക്ലാസ്സുകളും വയലുകളും വരെ കേൾക്കാൻ ഒരു പരിധി വരെ, എല്ലാവരും അങ്ങനെയാണ് എന്ന് അടച്ചാക്ഷേപിക്കല്ല, ഒരു പരിധി വരെ അവർ തയ്യാറാവില്ല എന്നാണ്. അതിന് 2-3 കാരണങ്ങളുണ്ട്. അതിലൊരു കാരണം ഈ ഖുർആൻ പറഞ്ഞ കാര്യമാണ്.
ദമാൽ. അവരുടെ സമ്പത്ത് കാരണമാണ് അവർ ഗൈബത്ത് പറയാനും നമീമത്ത് പറയാനും മറ്റുള്ളവരുടെ അവകാശങ്ങൾ ഹനിക്കാനും മറ്റുള്ളവർക്കെതിരെ അധികാരം ഉണ്ടാവുകയും തെറ്റുകൾ ചെയ്യാനൊക്കെ അവരെ പ്രേരകമാകുന്ന അവരുടെ സാമ്പത്തിക അഹങ്കാരമാണ്. ആ അഹങ്കാരമാണ് അവരെ ഇതിൽ നിന്ന് വിലക്കുന്നതും. മാത്രമല്ല അവരൊരുപാട് കുറ്റം ചെയ്യുന്നവരായിരിക്കും. ഈ സമ്പത്ത് അധികമുള്ളവർ എല്ലാവരെയും അധിക്ഷേപിക്കുകയല്ല, ഒരു ശതമാനത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നല്ല ഹലാലായ മാർഗത്തിൽ അള്ളാഹിൻ്റെ റിസ്ക് തേടി നല്ല സമ്പത്ത് ഉള്ള മനുഷ്യരുണ്ട്. അവരെല്ലാം ഈ പറയുന്നത് അതല്ലാത്തൊരു വിഭാഗത്തെയാണ് കാരണം ഇത് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ കാര്യമാണ്. ഞാൻ സ്വർഗത്തിലേക്ക് നോക്കി, അവിടെ ഭൂമിയിലെ പാവങ്ങളാണ്. സ്വർഗം അടക്കി വാഴുന്നതിൽ ഭൂരിപക്ഷവും സ്വർഗത്തിലെ പാവങ്ങളായിരുന്നു. നരകത്തിലേക്ക് നോക്കുമ്പോൾ ഭൂമിയിൽ സുഖത്തോടെ സുഷുപ്തിയോടെ സമ്പത്തിൻ്റെ പളപളപ്പിൽ ജീവിച്ചവരായിരുന്നു അധികവും നരകത്തിലുണ്ടായിരുന്നതെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് ആ പറഞ്ഞതിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പറഞ്ഞതിൻ്റെ വാക്കിനെ ചേർത്ത് പറയാ. അതെല്ലാ കാലഘട്ടത്തിലും അങ്ങനെയാണ്. സമ്പത്ത് കുറച്ച് കൂടിയാൽ, സുഖവും സൗകര്യമൊക്കെ കൂടിയാൽ പിന്നെ നമുക്ക് ദീനിന്ന് അകന്നങ്ങനെ പോകാൻ തുടങ്ങും. എന്നാൽ അല്ലാത്തവരുണ്ട്, അതും ചേർത്ത് പറയാം. അപ്പോൾ ഈ ആയാത്തൊക്കെ കേൾക്കുമ്പോൾ ഇത് കേൾക്കാൻ തന്നെ വരില്ല എന്നാണ് പറയണത്. നമ്മൾ സ്റ്റഡി നടത്താൻ അങ്ങനെ വകുപ്പില്ല, ആരും നോക്കാൻ കഴിയില്ലല്ലോ ആരാണ് വന്ന് കാണുന്നതെന്ന്. പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഭൂരിപക്ഷം സാധുക്കളാണ്, പാവങ്ങളാണ്. അവർ അള്ളാഹുവോട് ഈ ദാരിദ്ര്യവും കഷ്ടപ്പാടുകളൊക്കെ ജീവിക്കുന്നവർ അത് നിലനിർത്താൻ വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നില്ല. പക്ഷേ അള്ളാഹിൻ്റെ റസൂല് പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന, അല്ലാഹുമ്മ അമിത്ന ഷുഹദാ അല്ലെ, എന്നെ ഷഹീദായിട്ട് മരിപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുമ്മ അമിത്നൽ ഫുഖറാ വൽ മസാക്കിൻ, ഗതിയില്ലാത്തവനും ഫക്കീറുമായിട്ട് എന്നെ മരിപ്പിക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മരണസമയം ശേഷം വരെ ഒരു ജൂതന് തൻ്റെ പടയങ്കി പണയം വെച്ചിട്ടായിരുന്നത്ര അള്ളാഹിൻ്റെ റസൂൽ അവസാന കാലഘട്ടത്തിൽ ജീവിച്ചത്. ദാരിദ്ര്യത്തിൻ്റെ അവസ്ഥയിലൂടെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് ജീവിക്കേണ്ടി വന്നിട്ടുണ്ട്. വല്ലാതെ പ്രയാസപ്പെട്ടിട്ട് ഒരിക്കലും രാജാവായിരുന്ന മുഹമ്മദ് റസൂലുള്ള മക്കയും മദീനയും അടക്കി വാഴുന്ന, ഇന്ന് മക്കയും മദീനയും അടക്കി വാഴുന്ന സൗദി രാജകുമാരൻ എന്ത് സൗകര്യത്തിൻ്റെ ഉന്നതമായ സ്വർണ്ണ കൂമ്പാരങ്ങളുടെ മേലെ ജീവിക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്കും അങ്ങനെ ആകാമായിരുന്നു. പക്ഷേ അത്രയും അന്നും അങ്ങനെ ഉണ്ടല്ലോ, എത്ര സമ്പത്താണ് ഇവരൊക്കെ കയ്യിൽ എത്ര ഉണ്ടായിരുന്നു. അബൂലഹബിൻ്റെ കയ്യിലൊക്കെ എത്ര സ്വർണ്ണങ്ങളുടെ ശേഖരം തന്നെ ഉണ്ടായിരുന്നു എന്നാ. അത്ര വലിയ സമ്പന്നനായിരുന്നു, പേര് കേട്ട സമ്പന്നൻ. അപ്പോൾ അത്ര വലിയ ആളുകളൊക്കെ അന്നുണ്ടായിരുന്നു. അതൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആകാമായിരുന്നു. പക്ഷേ റസൂലുള്ളാഹി വേണ്ട, അതൊന്നും വേണ്ട, അതൊക്കെ നാളെ സ്വർഗത്തിലേക്കുള്ള വഴിയിലൊരു തടസ്സമാകുമെന്ന് അള്ളാഹിൻ്റെ റസൂലിന് തന്നെ അറിയുന്നത്ര വേറെ ആർക്കറിയാം. അതുകൊണ്ട് സമ്പാദിക്കണ്ട എന്നല്ല, പക്ഷെ അത് ആ ഒരു ഹൃദയബന്ധം നമ്മളെ ദീനിന്ന് അങ്ങനെ അകറ്റാൻ തുടങ്ങും. സനസിമുഹു അലൽ ഖുർത്തൂം. അതുകൊണ്ട് അവരുടെ ഈ ഖുർത്തൂമുണ്ടല്ലോ, അവരുടെ ഈ തുമ്പിക്കൈക്ക് ഞാൻ അടയാളമിടുന്നുണ്ട്. ഒരു അവസാനമുണ്ട് ഇതിന്. അവരങ്ങനെ അഹങ്കരിച്ച് നടക്കണ്ട എന്നർത്ഥം. ഇതൊരു പ്രയോഗമാണ്. ചില പ്രയോഗങ്ങൾ അറബികൾക്ക് തിരിയുന്ന. തുമ്പിക്കൈക്ക് അടയാളം ഇടുക പറഞ്ഞാൽ നിനക്കൊരു ലൈൻ ഇട്ട് വെച്ചിട്ടുണ്ട്, ഒരു ഡെഡ് ലൈൻ ഉണ്ട്. ആ ഡെഡ് ലൈന് കഴിഞ്ഞാൽ പിന്നെ നിൻ്റെ കാര്യം തീരുമാനമാവും. അവർ നിഗളിച്ച് നടന്നോട്ടെ, അവർ അക്രമവുമായിട്ട് നടന്നോട്ടെ, അവർ മജ്നൂനെന്ന് വിളിച്ച് നടന്നോട്ടെ, നിനക്കെതിരെ പ്രതിഷേധമായിട്ട് നടന്നോട്ടെ. യാ റസൂലല്ലാഹ്, നിങ്ങൾ ഭയപ്പെടേണ്ട, വിഷമിക്കേണ്ട, അടുത്തു തന്നെ അതിനുള്ളത് ഞാൻ മറുപടി കൊടുക്കുന്നതാണ്. ഏതുപോലെ ഇന്നാ ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്നതി ഇദ് അഖ്സമൂ ലയസ്രിമുന്നഹാ മുസ്ബിഹീൻ. നാം തോട്ടക്കാരെ പരീക്ഷിച്ചതുപോലെ തീർച്ചയായും നമ്മൾ പരീക്ഷിച്ചു. ബലൗനാഹും കമാ ബലൗനാ അസ്ഹാബൽ ജന്ന, ജന്നത്തിൻ്റെ ആൾക്കാരെ, തോട്ടക്കാരെ. പണ്ടൊരു കുറേ ആളുകൾ കൂടി കൃഷി
ചെയ്തു. നല്ല മുന്തിരിത്തോട്ടം, നല്ല ഈത്തപ്പഴത്തിൻ്റെ തോട്ടം, അങ്ങനെ മുന്തിരിയും ഈത്തപ്പഴമൊക്കെ വിളയുള്ള വലിയ ഒരു തോട്ടം തന്നെ അവരുണ്ടാക്കി. കുറേ ആളുകൾ കൂടി ഷെയർ ബിസിനസ്സായിരുന്നു ഇത്. മുസ്ബിഹീൻ, അവരെല്ലാവരും കൂടി തീരുമാനിച്ചു നമുക്ക് രാവിലെ തന്നെ പോയിട്ട് എന്ത് ചെയ്യണം, മുസ്ബിഹീൻ സുബൈക്ക് തന്നെ പോയിട്ട് എല്ലാം അതങ്ങ് പറിച്ചെടുത്തേക്കാം. ഒരു കഥ പറയാ വിശുദ്ധ ഖുർആൻ. കേൾക്കുന്നവർ, മനസ്സിലാക്കുന്നവർ, കളവാക്കുന്ന ആളുകൾ മനസ്സിലാക്കാൻ, ലോകാവസാനം വരെയുള്ള ജനങ്ങൾക്ക് മാതൃകയാക്കാൻ, ബിസിനസ് നടത്തുന്നവർക്ക് മാത്രമല്ല എല്ലാ കച്ചവടത്തിൻ്റെയും കച്ചവട താല്പര്യത്തോടെ ജീവിതത്തിൽ എല്ലാ കാര്യങ്ങളും നോക്കിക്കാണുന്ന സകലരും മനസ്സിലാക്കാൻ ഒരു തോട്ടക്കാരുടെ കഥ. അവർ ഷെയർ ബിസിനസ്സാണ്. കുറേ ആളുകൾ കൂടിയിട്ട് വലിയൊരു ബിസിനസ് നടത്തുകയാണ്. അവർ വലിയൊരു തോട്ടം വാങ്ങി, ഒരു പാട്ടത്തിനെടുത്ത് തോട്ടം നടത്തി, കൃഷി നടത്തി. വിളവിൻ്റെ ദിവസമായപ്പോൾ അവർ പരസ്പരം തലേന്ന് തന്നെ പറഞ്ഞുറപ്പിച്ചു, രാവിലെ തന്നെ നമുക്ക് പോയിട്ട് കൃഷി ഇറക്കാം. എന്തിനാ പോകുന്നത്? അവരതിൽ ഒരു ഒഴിവും പറഞ്ഞില്ല. അവർ പരസ്പരം അങ്ങനെ തന്നെ ഉറപ്പിച്ച് തന്നെ തീരുമാനിച്ചു, രാവിലെ തന്നെ പുറപ്പെടണം. എന്തിനാ അങ്ങനെ? ഇൻഷാ അല്ലാഹ് പോലും അവർ പറഞ്ഞില്ല. ഫത്വാഫ അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നായിമൂൻ. എന്തേ അവർ അതിൽ വല യസ്തസ്നൂൻ എന്ന് പറഞ്ഞാൽ അതിന്നൊരു ഒഴിവ്, അത് അവർക്ക് നടക്കുന്ന അവരോട് വിശ്വസിച്ചു. നാളെ രാവിലെ നമ്മൾ ഇതിൽ വലിയൊരു പാഠമുണ്ട് കേട്ടോ ഈ ഒരു വാക്കിൽ. നമ്മൾ ഇൻഷാ അല്ലാഹ് എന്ന് പറഞ്ഞ ചെറിയ കാര്യമല്ല. നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഒരു ബോധമില്ലാതെ ഇൻഷാ അല്ലാഹ് ആയിക്കോട്ടെ ഇൻഷാ അല്ലാഹ് അങ്ങനെ നമ്മൾ പറയും. അതല്ല, അത് കുറച്ച് ബോധത്തോടെ കൂടി പറയേണ്ട വാക്കാണ് ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ വിചാരിച്ച നടക്കുന്ന കാര്യമല്ല, നിസ്സാരമായ കാര്യമായിരിക്കും. നാളെ 10 മണിക്ക് നീ അവിടെ എത്തില്ല, ഇൻഷാ അല്ലാഹ് ഞാൻ എത്തും. അത് ബോധമില്ലാതെ പറഞ്ഞാൽ പോരാ, അത് ബോധത്തോടെ പറയണം. ഇൻഷാ അല്ലാഹ് ഉദ്ദേശിച്ചാലേ ഞാൻ എത്തുള്ളൂ. അങ്ങനെയാണ്. നമ്മളെ കൊണ്ടൊന്നും നടക്കൂല എന്ന്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ദുനിയാവിൽ? നമ്മൾ വിചാരിച്ചാൽ ഒന്നും നടക്കൂല. അപ്പോൾ അങ്ങനെ പറയണമായിരുന്നു. പക്ഷെ അവരങ്ങനെ പറഞ്ഞില്ല. മാത്രമേ അവർക്കൊരു ദുരുദ്ദേശം ഉണ്ടായിരുന്നു. ഈ മുസ്ബിഹീൻ എന്ന് പറഞ്ഞാൽ സുബൈ ആകുമ്പോഴത്തേക്ക് എല്ലാം പറിച്ച്, മുന്തിരിയും കാരക്കയും എന്തൊക്കെയാണോ കിട്ടുന്ന ഫലങ്ങളൊക്കെ പറിച്ച് പാക്ക് ചെയ്ത് അവിടെ നിന്ന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ചുറ്റുവട്ടത്ത് കുറേ പാവങ്ങളായ ആളുകളുണ്ട്, അവർക്കൊന്നും കൊടുക്കണ്ട. പിന്നെ ഇതൊന്നും ആരും അറിയില്ല. അപ്പോൾ വളരെ പെട്ടെന്ന് കാര്യങ്ങൾ നടത്തി നമുക്കിങ്ങ് പോരാം. അങ്ങനെ ബിസിനസ് താല്പര്യമാണ്, കച്ചവട താല്പര്യമാണ്. ബിസിനസ്സിന് വേണ്ടി പ്രവർത്തിക്കുന്നവർ, ബിസിനസ്സിൻ്റെ മേഖലയിൽ ലാഭം മാത്രം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കണം. ലാഭം മാത്രമല്ലേ ലക്ഷ്യമിട്ട് ബിസിനസ്സിൽ നമ്മൾ മുന്നോട്ട് പോകുള്ളൂ. പക്ഷേ അതിൻ്റെ സക്കാത്ത് നമ്മൾ കൊടുക്കാതെ മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവരും ശ്രദ്ധിക്കണം. ഫത്വാഫ് അലൈഹ ത്വാഇഫും മിർ റബ്ബിക വഹും നായിമൂൻ. അങ്ങനെ അവരൊക്കെ രാത്രി ഇതൊക്കെ പ്ലാൻ ചെയ്ത് ഉറങ്ങാൻ കിടന്നപ്പോൾ അവരൊരു വലിയ അള്ളാഹുവിൻ്റെ നാഥനിൽ നിന്നുള്ള ഫത്വാഫ് അലൈഹ ത്വാഇഫും മിർ റബ്ബിക്, ഒരു വലിയ വിപത്ത് അങ്ങോട്ട് ബാധിച്ചു. റബ്ബിൻ്റെ ഒരു വിപത്ത്, ഒരു തായിഫ് അവരുടെ മുമ്പിൽ അടിച്ചു വീശി. അവർ ഉറങ്ങിക്കിടക്കുമ്പോൾ അവരത് അറിഞ്ഞിരുന്നില്ല. നമ്മൾ ഈ ഉറക്കം എന്ന് പറഞ്ഞാൽ മരണത്തിന് സമാനമാണ്. നമ്മൾ ഉറങ്ങുമ്പോൾ എന്തറിയാൻ? പക്ഷെ അവരുടെ തോട്ടത്തിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഫഅസ്ബഹത് കസ്സരീം. അവർ ആ സുബഹിക്ക് അവിടെ അവരുറങ്ങിക്കിടന്ന സമയത്ത് അവരുടെ തോട്ടം വിളവ് പറിച്ചെടുത്ത് കഴിഞ്ഞാൽ പിന്നെ ആ തോട്ടം എങ്ങനെ ഉണ്ടാവുമോ അതുപോലെ ആക്കുന്ന മാരകമായൊരു കൊടുങ്കാറ്റും ഒരു നശിപ്പിക്കുന്ന ഒരു സംഭവം ആ തോട്ടത്തിൽ അള്ളാഹ് അങ്ങ് ചെയ്തു. ഒന്നും ബാക്കിയില്ലാത്ത വിധം അള്ളാഹ് അതിനങ്ങ് നശിപ്പിച്ച് കളഞ്ഞു. അങ്ങനെ ഫതനാദൗ മുസ്ബിഹീൻ. ഇതൊന്നും അറിയാതെ അവർ രാവിലെ എണീറ്റിട്ട് പരസ്പരം വിളിച്ചു പറഞ്ഞു, അനിഗ്ദു അലാ ഹർസികും ഇൻ കുൻതും സാരിമീൻ. നമുക്ക് വിളവെടുക്കാൻ പോകണ്ടേ, എല്ലാവരും എണീറ്റോളൂ. നമ്മൾക്ക് കൃഷി എടുക്കാൻ എല്ലാ സാധനങ്ങളും വട്ടിയും ചട്ടിയും എല്ലാം എടുത്തോളൂ. നമ്മൾ പോവുക, എല്ലാ സാധനങ്ങളും വേഗം പറിച്ചെടുക്കണം, വേഗം പുറപ്പെടാം. എല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു. ഫൻതലഖൂ വഹും യതഖാഫതൂൻ. അവരെന്നിട്ട് തീർന്നില്ല. അവരിങ്ങനെ പുറപ്പെടുമ്പോൾ യാത്രയിൽ മധ്യേയും പരസ്പരം അങ്ങനെ പറഞ്ഞു, അല്ലാ യദ്ഖുലന്നഹൽ യൗമ അലൈക്കും മിസ്കീൻ. അഗതികളൊക്കെ വരും, അത് വരുന്നതിന് മുമ്പ് അവിടെ എത്തണം, എന്നിട്ടൊക്കെ പറിച്ചെടുത്ത് പോരണം, നമുക്ക് വേഗം പുറപ്പെടാം എന്ന് പറഞ്ഞ് അവർ വേഗം അതിരാവിലെ പുറപ്പെട്ടു. വഗദൗ അലാ ഹർദിൻ ഖാദിരീൻ. അവരെ തടയാൻ
അങ്ങനെ ആരെങ്കിലും അവിടെ അങ്ങനെ വന്നാൽ അതിനെയും തടയാനൊക്കെ പറ്റുന്ന രീതിയിൽ അവർ അവിടെ നേരത്തെ തന്നെ അവിടെ എത്തി. ഫലമ്മാ റഔഹാ ഖാലൂ ഇന്നാ ലദാല്ലൂൻ. ആ കാഴ്ച കണ്ടവർ ഞെട്ടിപ്പോയി, അവർ വിലപിക്കാൻ തുടങ്ങി. നമ്മൾ വഴി തെറ്റിപ്പോയല്ലോ, നമ്മൾ ചിന്തിച്ചത് തെറ്റായി പോയല്ലോ റബ്ബേ എന്നവർ പറയേണ്ടി വന്നു. ബൽ നഹ്നു മഹ്റൂമൂൻ. എല്ലാം നഷ്ടപ്പെട്ടവരായി നമ്മൾ മാറിയല്ലോ, നമ്മുടെ ബിസിനസ് എല്ലാം പൊളിഞ്ഞു പോയല്ലോ, നമ്മുടെ അതിമോഹമാപത്തായല്ലോ. ഖാല ഔസതുഹും. അതിൽപ്പെട്ട ഒരാൾ, അതിലെല്ലാത്തിലും ഒരു നല്ല മനുഷ്യന്മാരെങ്കിലും ഉണ്ടാവുമല്ലോ, കുറച്ചാളുകൾ, 2-3 പേര് അല്ലെങ്കിൽ ഒരാളുണ്ട്. അവർ പറഞ്ഞു, ഖാല ഔസതുഹും അലം അഖുൽ ലക്കും ലൗലാ തുസബ്ബിഹൂൻ. അവർ പറഞ്ഞു, നമ്മൾ ദൈവകീർത്തനം നടത്തുന്നു. ഞാൻ പറഞ്ഞില്ലേ അള്ളാഹനെ സ്തുതിച്ചുകൊണ്ട് ഈ സക്കാത്തൊക്കെ കൊടുക്കാം, അള്ളാഹനെ സ്തുതിക്കണം, നമ്മൾ അഹങ്കരിക്കരുത് എന്നൊക്കെ ഞാൻ അന്ന് അവിടുന്ന് പറഞ്ഞതല്ലേ എന്ന് ഒരാൾ ചോദിച്ചു. അപ്പം അവർ പറഞ്ഞു അല്ലേ, അടി കിട്ടുമ്പോൾ മനസ്സിലാവുക. ഖാലൂ സുബ്ഹാന റബ്ബിനാ ഇന്നാ കുന്നാ ളാലിമീൻ. ഞങ്ങൾ ളാലിമായി പോയി റബ്ബേ, റബ്ബനാ ഞങ്ങളുടെ റബ്ബേ അങ്ങ് നീ പരിശുദ്ധനാണ്. അള്ളാഹ് സുബ്ഹാനല്ലാഹ് എന്ന് പറയുന്ന വാക്ക് പലപ്പോഴും സുബ്ഹാനല്ലാഹ് എന്ന പദം അള്ളാഹു തന്ന നിഅമത്തുകൾക്ക്, പുതിയ കാറ് വാങ്ങുമ്പോൾ, പുതിയ വീട് വെക്കുമ്പോൾ, പുതിയ സംരംഭങ്ങൾ ഉണ്ടാകുമ്പോൾ അള്ളാഹിനെ പ്രകീർത്തിച്ചുകൊണ്ട് അള്ളാഹുവോടുള്ള ദിക്റിലും ഫിക്റിലുമായി സംരംഭങ്ങളും സംവിധാനങ്ങളും തുടങ്ങണേ. അല്ലെങ്കിൽ ഇതുപോലെയുള്ള നാശനഷ്ടങ്ങൾ സ്വാഭാവികമായി നമ്മുടെ ജീവിതത്തിൽ വന്ന് പതിക്കുന്നതാണെന്ന് കരുതരുതേ. ഇതൊക്കെ അള്ളാഹുവോടുള്ള നന്ദികേടിൻ്റെ കൂടി ഫലമായി സംഭവിക്കുന്നതാണ്. ഫഅഖ്ബല ബഅദുഹും അലാ ബഅദിൻ യതലാവമൂൻ. അവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയാൻ തുടങ്ങി. ഖാലൂ യാ വൈലനാ ഇന്നാ കുന്നാ ളാലിമീൻ. അവർ വിലപിക്കാൻ തുടങ്ങി, നാശം നിശ്ചയമായും നമ്മൾ ത്വാഗീനായി, നമ്മൾ വലിയ അക്രമം തന്നെയാ ചെയ്തത്, ചെറുതല്ല ചെയ്തത്, വലുതാണ്. പാവങ്ങൾക്ക് അവരുടെ അവകാശങ്ങൾ ഹനിച്ചുകൊണ്ട് ഇന്ന് സമ്പത്ത് വാരിക്കൂട്ടുന്ന ആളുകളൊക്കെയും ശ്രദ്ധിക്കണം. മാന്യമായി കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് മാന്യമായ സാലറി പോലും കൊടുക്കാതെ കിട്ടുന്നത് ലാഭം മുഴുവൻ തനിക്ക് വാരിക്കൂട്ടി തിന്നണമെന്ന ബോധത്തോടെ ജീവിക്കുന്ന മുതലാളിമാരും കേൾക്കണം. സമ്പത്ത് കൊണ്ട് മറ്റുള്ളവർക്ക് 1 രൂപ പോലും കൊടുക്കാതെ അറുപുഷുക്കന്മാരായി ജീവിക്കുന്നവരും കേൾക്കണം. അവർക്കൊന്നും അധികകാലം ആയുസ്സില്ല, അടുത്ത് തന്നെ അള്ളാഹു അവരൊരു പിടുത്തം പിടിക്കുന്നതാണ്. അസാ റബ്ബുനാ. അപ്പോൾ ഇവർ ചെയ്ത തെറ്റ് 2 എണ്ണമാണ്. ഒന്ന്, അവർക്കുള്ള വിള, ഇത്രയും നല്ല ഒരു ഇൻവെസ്റ്റ് ചെയ്ത ഒരു സംഭവത്തെ അതിൽ ഇത്രയും ലാഭം അവർക്ക് കിട്ടുന്ന ഉറപ്പായിട്ട് പോലും അള്ളാഹിനെ സ്തുതിക്കാനോ പ്രകീർത്തിക്കാനോ, അത് അള്ളാഹിനെ സ്തുതിക്കുകയും പ്രകീർത്തിക്കുകയും ഓർക്കുകയും ചെയ്യാന്നുള്ളതിൻ്റെ ഒരു മറുവശം, അതിൻ്റെ അർഹരായ അവകാശികൾക്ക് അത് കൊടുക്കാൻ പോലും അവർ സന്നദ്ധരായില്ല എന്ന 2 വലിയ തെറ്റുകളാണ് ചരിത്രത്തിൽ അവർ ചെയ്തത്. നമ്മുടെയും ജീവിതത്തിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ തിരുത്തേണ്ടതുണ്ട്. എന്തെങ്കിലുമൊക്കെ ലാഭം കിട്ടുമ്പോഴൊക്കെ നമ്മുടെ കുടുംബക്കാരെ, അയൽവാസികളെയും പാവങ്ങളെയൊന്നും മറന്നു പോകരുതേ. അസാ റബ്ബുന. അവരങ്ങ് സ്വയം ധിക്കാരികളാവുകയാണ്. പൈസ കയ്യിലേക്ക് വരുമ്പോൾ, സമ്പത്ത് കയ്യിൽ. അപ്പം ഈ സൂറത്തിൻ്റെ ഒരു ആധാരം, ഇതിൻ്റെ ഒരു അടിസ്ഥാനം, ഈ സൂറത്തിൻ്റെ അടിസ്ഥാനം സമ്പത്തല്ലേ. ഈ സൂറത്ത് കാര്യമായിട്ട് ഊന്നി പറയണത് എന്താ? 1-ാമത്തെ പേജിൽ സൂറത്തുൻ നൂൻ, അവിടുന്ന് ഇങ്ങോട്ട് നമ്മളിങ്ങനെ പഠിച്ചു വന്നപ്പോൾ ആ പരദൂഷണം പറയുകയും ഏഷണി പറയുകയും ധിക്കാരം കാണിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരെ അതിശക്തമായ പ്രതിഷേധ പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുകയും ചെയ്യുന്ന അവർക്ക് സമ്പത്ത് കൂടിപ്പോയതാണ് അതവരുടെ കാരണമെന്ന് ഖുർആൻ വരച്ച് കാണിക്കുകയും, ഈ കഥയിലും സമ്പത്ത് കൊണ്ട് കളിക്കുന്ന സാമ്പത്തിക അഭിവൃദ്ധിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെ ഉദാഹരണമായിട്ട് പറയുന്നതൊക്കെ എടുത്ത് പരിശോധിക്കുമ്പോൾ, സമ്പന്നതയിൽ ജീവിക്കുന്ന നമ്മളൊക്കെ സമ്പന്നതയിലല്ലേ, നമുക്ക് അത്യാവശ്യം പൈസയൊക്കെ അല്ലേ കയ്യിൽ. ആ പൈസയായിട്ട് ജീവിക്കുമ്പോഴും അതൊക്കെ അർഹരായ ആളുകൾക്കൊക്കെ വകവെച്ച് വഴിയാത്രക്കാരനും പാവപ്പെട്ടവനും ഗതിയില്ലാത്തവർക്കൊക്കെ കൊടുക്കാൻ കൂടി നമ്മൾ മനസ്സ് കാണിക്കണം. അസാ റബ്ബുനാ അൻ യുബ്ദിലനാ ഖൈറം മിൻഹാ ഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. അസാ റബ്ബുനാ, എന്നാൽ ഇതിനേക്കാൾ നല്ലത് അല്ലാഹു നമുക്ക് നൽകും.
വഇന്നാ ഇലാ റബ്ബിനാ റാഗിബൂൻ. റബ്ബിലേക്ക് മടങ്ങിയാൽ ഒരുപക്ഷെ ഇന്ന് നമുക്ക് വലിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടായാലും അള്ളാഹു ഇതിനേക്കാൾ വലിയ ജീവിതത്തിൽ എന്ത് കാര്യവും അള്ളാഹു തന്നിട്ടുണ്ടെങ്കിൽ അള്ളാഹിൻ്റെ പരീക്ഷണമാണ്. ഇന്നല്ലെങ്കിൽ നാളെ അതിനേക്കാൾ നല്ലത് നമുക്ക് തിരിച്ചു നൽകും. വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. എന്തെങ്കിലുമൊക്കെ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ വരാത്തവരാരുമില്ല. മക്കളെ നഷ്ടപ്പെട്ടവരുണ്ട്, മക്കൾ മരിച്ചു പോയവരുണ്ട്, മക്കളുണ്ടായിട്ടും യാതൊരു ഉപകാരമില്ലാതെ പല വഴിക്കായി പോയവരുണ്ട്, ഭാര്യ നഷ്ടപ്പെട്ടവരുണ്ട്, ഭർത്താവ് നഷ്ടപ്പെട്ടവരുണ്ട്, സങ്കടങ്ങളും വേദനകളുമായിട്ട് ജീവിക്കുന്നവരുണ്ട്. വിഷമിക്കണ്ട, ദുഃഖിക്കണ്ട. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യുക. അള്ളാഹു തീർച്ചയായും ഇന്നല്ലെങ്കിൽ നാളെ, വർഷങ്ങൾക്ക് ഒരുപാട് കാലമൊന്നും എടുക്കൂല, അതിനു മുമ്പ് തന്നെ നമുക്ക് ആ വിഷമങ്ങളൊക്കെ മാറ്റി പുതിയ അനുഗ്രഹങ്ങൾ തരും. അതുകൊണ്ട് പ്രതീക്ഷയോടെ അള്ളാഹുവോട് ദുആ ചെയ്യണമെന്ന് ഈ കഥയിലൂടെ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠമാണ്. കദാലികൽ അദാബ് വലഅദാബുൽ ആഖിറതി അക്ബർ ലൗ കാനൂ യഅലമൂൻ. അതുകൊണ്ട് ഇவ்விധമാണ് ഈ ശിക്ഷ, ഇങ്ങനെയൊക്കെയാ വന്നെത്തുക. അപ്പോൾ സൂക്ഷിക്കണം, വാക്ക് വരെ സൂക്ഷിക്കണം. വാക്ക് വരെ അള്ളാഹ് ഗൗരവത്തിലെടുക്കുന്ന വിഷയമാണ്. ചെറിയൊരു വാക്ക് മതി. വോയിസ് മോഡുലേഷൻ വരെ ആളുകളോട് സംസാരിക്കുമ്പോൾ സൂക്ഷിക്കണം. ഖൗലൻ സദീദ, സംസാരം വളരെ നല്ലതാവണം. വാക്കുകളുടെ അർത്ഥവും വ്യാഖ്യാനവും പലപ്പോഴും തെറ്റിപ്പോകും. കുടുംബ ബന്ധങ്ങൾ ശിഥിലമാകുന്നത്, വ്യക്തിബന്ധങ്ങൾ തകർന്നു പോകുന്നത് വാക്കുകൊണ്ടാണ്. അതുകൊണ്ട് അള്ളാഹു അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. വലഅദാബുൽ ആഖിറതി അക്ബർ, എന്നാൽ ഇതിന് ശേഷമുള്ള പരലോകത്ത് അവർക്ക് ലഭിക്കാനുള്ള ശിക്ഷ ഇതിനേക്കാളും വലുതാണ്. ദുനിയാവിൽ വെച്ച് അവർക്ക് അള്ളാഹു ഇതുപോലെ വിളനാശമുണ്ടാക്കും, കൃഷിനാശം, ബിസിനസ്സിലൊക്കെ നഷ്ടമുണ്ടാക്കും, ജീവിത വിഭവങ്ങൾ തടയപ്പെടും. പരലോകത്താവട്ടെ അതിനേക്കാൾ വലിയ ശിക്ഷയുണ്ട്. ലൗ കാനൂ യഅലമൂൻ, അവരിതിനെപ്പറ്റിയൊന്നും മനസ്സിലാക്കുകയോ അറിയുകയോ ചെയ്യുന്നില്ലല്ലോ, അവരത് അറിയുന്നില്ല. ഇന്നലിൽ മുത്തഖീന ഇൻദ റബ്ബിഹിം ജന്നാത്തിൻ നഈം, എന്നാലാവട്ടെ മുത്തഖികൾക്ക് ഈ ദുനിയാവിൽ കൃഷിയോ വിളനാശമോ ദുനിയാവിലും നഷ്ടങ്ങൾ ഒരുപക്ഷെ മുത്തഖികൾക്കും ഉണ്ടായേക്കാം. പക്ഷേ അള്ളാഹിൻ്റെ അടുക്കൽ അവർക്ക് ജന്നാത്തിൻ നഈം. വിശ്വാസികൾക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സിലൊക്കെ തകർച്ചയോ വലിയ പ്രശ്നങ്ങളോ ഉണ്ടെങ്കിൽ അത് തീർത്തും ദുനിയാവിലേക്ക് മാത്രമാണ്. പരലോകത്ത് അവർക്ക് ഒരുപാട് ഗുണമുണ്ട്. ഇവർ രണ്ടൂട്ടർക്കും പരീക്ഷണമാണ്. സമ്പത്തില്ലാതാവുന്നതും ബുദ്ധിമുട്ടുകളൊക്കെ എല്ലാവർക്കും തരും. അള്ളാഹ് അത് പരീക്ഷിക്കുക തന്നെ ചെയ്യുന്നതാണ്. മുസ്ലിമാണോ, വിശ്വാസിയാണോ, നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ അളവ് കൂടുതലാണോ, നിങ്ങൾക്ക് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണം. അത് കേൾക്കുന്നവരോട് എനിക്ക് നിങ്ങളൊന്ന് ആത്മവിചാരണ നടത്തണം. നിങ്ങൾക്ക് എത്ര ഈമാനുണ്ടോ? ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങൾക്കിപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രയാസമില്ല എങ്കിൽ നിങ്ങൾ വലിയ നല്ലവരല്ല എന്ന് മനസ്സിലാക്കുക. അതായത് നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളും പരീക്ഷണങ്ങളും അടിക്കടി അള്ളാഹ് ഇങ്ങനെ തന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ അള്ളാഹ് ഇഷ്ടപ്പെട്ടു എന്നാണ്. കാരണം അത് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം അള്ളാഹിൻ്റെ റസൂലാണ്, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകൻ. അപ്പോൾ അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടവരെ അള്ളാഹ് അത് പരീക്ഷിച്ചുകൊണ്ടിരിക്കും. മുത്തു റസൂലുള്ളാഹി സ്വല്ലം എന്തൊക്കെ അനുഭവിച്ചു. അതിനുശേഷമുള്ള ഖുലഫാഉർ റാഷിദുകൾ, അവരൊക്കെ ആരെങ്കിലും സന്തോഷത്തോടെയാണോ ഈ ഭൂമിയിൽ അവസാനം ജീവിച്ചത്? അവസാനം മാത്രമല്ല, ജീവിതത്തിൽ അവർക്കൊക്കെ എന്തൊക്കെ പരീക്ഷണങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതമായിരുന്നു അവിടെയൊക്കെ, അംബിയ മുർസലുകളും. അപ്പോൾ സത്യത്തിനും നീതിക്കും ധർമ്മവും കാരണം വെറും നിസ്കാരത്തിൽ ഒതുങ്ങല്ലല്ലോ ഇത്. നിസ്കാരം വഴി ഒരു യഥാർത്ഥ മുസ്ലിം ആവുക എന്ന് പറഞ്ഞാൽ നാട്ടിൽ നടക്കുന്ന സകലമായ തിന്മകൾക്കെതിരായി മാറുന്നു. അതോടെ സമൂഹം നമുക്കെതിരാവും, കുടുംബക്കാർ വരെ നമുക്കെതിരാവും. സത്യം പറഞ്ഞതിൻ്റെ പേരിൽ നമ്മളൊക്കെ അധിക്ഷേപിക്കാൻ തുടങ്ങും, നമ്മൾ അകലെയാവും, സുഹൃത്ത് വലയത്തിൽ നിന്ന് നമ്മൾ പുറത്താക്കപ്പെടും, എല്ലായിടത്തും നമ്മൾ പുറത്താക്കപ്പെടും. നീതിയും സത്യവും ധർമ്മവും ആർക്കും ആവശ്യമില്ല. പിശാചിനും പിശാചിൻ്റെ കൂട്ടാളികളും നമ്മളെ പുറത്താക്കാൻ തുടങ്ങും അല്ലേ? പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരൂലേ? പക്ഷേ ആ പരീക്ഷണങ്ങളൊക്കെ ദുനിയാവിൽ മാത്രമാണ്. എന്നാൽ മുത്തഖികൾക്ക് പരലോകത്ത് ജന്നാത്തിൻ നഈമാണ്, ഉന്നതമായ സുഖ സൗകര്യങ്ങളുള്ള തോട്ടങ്ങൾ അവർക്ക് നൽകുന്ന ഉന്നതമായ ഒരു സ്വർഗലോകം സ്വപ്നം കാണുക. പ്രിയമുള്ളവരെ, അഫനജഅലുൽ മുസ്ലിമീന കൽ മുജ്രിമീൻ, മുസ്ലിങ്ങൾ ഒരിക്കലും ഈ കുറ്റവാളികളെ പോലെ ആവില്ലട്ടോ. അവർക്ക് ഉന്നതമായ സ്വർഗീയ സൗഭാഗ്യങ്ങൾ അവർക്കുണ്ടെന്ന് അള്ളാഹു 35-ാമത്തെ ആയത്തിൽ പറയാ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അഫനജഅൽ അവരെങ്ങനെ ഒരുപോലെ ആവുക? മുസ്ലിങ്ങളെ പോലെ ആവില്ലല്ലോ കുറ്റവാളികൾ. മുസ്ലിങ്ങൾക്ക് ഉന്നതമായ സ്ഥാനമില്ലേ? മാലക്കും കൈഫ തഹ്കുമൂൻ, അവരെന്തൊക്കെയാ കാര്യങ്ങൾ വിധിച്ച്
തീരുമാനിക്കുന്നത്. അവരൊക്കെ വെറുതെ ഇങ്ങനെ അവിടെ ഊഹം വെച്ചിട്ട് കുറേ കാര്യമായിട്ട് വിചാരിക്കുകയാണ് ഓരൊക്കെ വലിയ സ്വർഗത്തിലാകുന്നൊക്കെ. അതൊക്കെ അവരുടെ വിചാരം മാത്രമാണ്. അള്ളാഹുവനുസരിച്ച് യഥാർത്ഥ ദീനനുസരിച്ച് ജീവിക്കുന്നവർക്കാണ് സ്വർഗം. അംലക്കും കിതാബും ഫീഹി തദുറുസൂൻ. ഇങ്ങൾക്ക് തന്നെ വല്ല വേദപുസ്തകം അവതരിച്ചിട്ടുണ്ടോ? നിങ്ങളിങ്ങനെ പലതും പറഞ്ഞു നടക്കണ്ടല്ലോ, നിങ്ങൾ സ്വർഗത്തിൽ പോകുന്നു, നിങ്ങൾ അവിടെ പോകും ഇവിടെ പോകും എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അങ്ങനെയൊന്നും ഇല്ലട്ടോ. അതൊക്കെ നിങ്ങൾക്ക് വല്ല വേദഗ്രന്ഥവും നിങ്ങൾക്ക് ഇറങ്ങിയിട്ടുണ്ടോ? നിങ്ങൾക്ക് തന്നെ തദ്റുസൂനായിട്ട് നിങ്ങളെ വേറെ വേദം പഠിപ്പിച്ചിട്ടുണ്ടോ? ഇന്നലക്കും ഫീഹി ലമാ തഖയ്യറൂൻ. നിങ്ങളെ സെലക്ട് ചെയ്യുന്നൊക്കെ അതിൽ നിങ്ങൾ അങ്ങനെ ആഗ്രഹിച്ചു വെക്കുന്നത് നിങ്ങളെ തീരുമാനിച്ചാൽ മതിയോ? അംലക്കും ഐമാനുൻ അലൈന ബാലിഗത്തുൻ ഇലാ യൗമിൽ ഖിയാമത്തി ഇന്നലക്കും ലമാ തഹ്കുമൂൻ. നിങ്ങൾ തന്നെ തീരുമാനിക്കുന്നത് നിങ്ങൾക്ക് ലഭിക്കുമെന്നതിന് ഉയർത്തെഴുന്നേൽപ്പിന്ന യൗമുൽ ഖിയാമത്തിൽ ഞാൻ നിങ്ങളോട് വല്ല കരാറിലും ഏർപ്പെട്ടിട്ടുണ്ടോ? അവരങ്ങനെ പറഞ്ഞു നടക്കുന്നുണ്ട്. മക്കാ മുശ്രിക്കുകളും അതുപോലെ ജൂതന്മാരും നസ്രാക്കളും അന്നത്തെ ക്രൈസ്തവ ലോകത്തെ പല ആളുകളും പറഞ്ഞു നടക്കുക അവരുടെ ഒരു ഈമാൻ, അവരുടെ ഒരു വിശ്വാസമാണ് ഞങ്ങളൊക്കെ സ്വർഗത്തിൽ പോകും. അപ്പം അങ്ങനെയുള്ളൊരു ബാലിക എന്തെങ്കിലും നിലനിൽക്കുന്ന സ്വർഗത്തിൽ ഉയർത്തെഴുന്നേൽപ്പ് നാൾ വരെ, അങ്ങനെ ഒരു ഖിയാമത്ത് നാൾ വരെ നിങ്ങൾക്ക് സ്വർഗത്ത് പോകാമെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾക്കെല്ലാം നിങ്ങൾ തീരുമാനിക്കുന്നത് പോലെ അങ്ങ് നടപ്പാക്കാന്നുള്ള വല്ല കരാറും ഞാൻ നിങ്ങളുമായിട്ട് ചെയ്തിട്ടുണ്ടോ? സൽഹും അയ്യുഹും ബിസാലിക സഈം. എങ്കിൽ ആരാണ് അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നത്? അയാൾ മുന്നോട്ട് വരട്ടെ. മുഹമ്മദ് റസൂലുള്ളയെ കൃത്യമായിട്ട് പ്രവാചക പദവിയുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചിട്ടുണ്ടെങ്കിൽ മറ്റാരെ അയച്ചിട്ടില്ല. അങ്ങനെ അയച്ചിട്ടുണ്ട് എന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് ആരാണ് മുന്നോട്ട് വരിക എന്ന് അള്ളാഹുവിൻ്റെ ചോദ്യമാണ് കാഫിറുകളോട് മുശ്രിക്കുകളോട്. അംലഹും ശുറകാഉ ഫൽയഅ്തൂ ബിശുറകാഇഹിം ഇൻ കാനൂ സാദിഖീൻ. അങ്ങനെയുള്ള ഒരു ശുറക്കാ നിങ്ങളുടെ അടുത്തുണ്ടോ? അങ്ങനെ ഇതിനൊക്കെ ഒരു പങ്കാളിത്തം പറയുന്ന പങ്കാളികളായി നിങ്ങളുടെ അടുത്ത് ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ അവരെ കൊണ്ടുപോവാ. നിങ്ങൾ വലിയ സത്യവാന്മാരാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു കൂട്ടാളികളായിട്ട് ആൾക്കാരുണ്ടോ? നാളെ സ്വർഗത്തിലാക്കാമെന്നും അതിന് കരാറൊക്കെ തന്ന ആൾക്കാരുണ്ട്, അവരെ കൂട്ടിയിട്ട് വാ. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇലസ്സുജൂദി ഫലാ യസ്തതീഊൻ. അതുകൊണ്ട് കണങ്കാല് വെളിവാക്കപ്പെടുന്ന നാളിൽ അന്ന് സാഷ്ടാംഗം പ്രണമിക്കാൻ വിളിക്കപ്പെടും. എന്നാൽ അന്ന് സുജൂദ് ചെയ്യാൻ അവർക്ക് സാധിക്കൂല. യൗമ യുക്ശഫു അൻ സാഖിൻ വയുദഊന ഇലസ്സുജൂദി ഫലാ യസ്തതീഊൻ. അന്നാളിൽ പരലോകത്ത് അള്ളാഹിൻ്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ പോലും പറ്റാതെ അവർക്ക് ജീവിക്കേണ്ടി വരും എന്ന് നേരിട്ടുള്ള അർത്ഥം പറയുകയാണെങ്കിൽ. അല്ല, അതിന് വലിയ വേറെ രീതിയിൽ കണങ്കാലിൽ കാണാൻ പറ്റാത്ത ഒരു സാഹചര്യം അവിടെ എന്താന്നുള്ളത് അല്ലാഹു അഅലം. പരലോകത്ത് അത്രയും ഭയാനകമായ സന്ദർഭത്തിൽ ഈ കാഫിറുകൾക്കും മുശ്രിക്കുകൾക്കും അള്ളാഹിനെ കാണാനോ അള്ളാഹിൻ്റെ സുജൂദിൽ വീഴാനോ പറ്റാത്ത ഒരു കാലം അന്നുണ്ടാകും. ആ ഒരു അവസ്ഥയായിരിക്കും യൗമുൽ ഖിയാമയിൽ ഉണ്ടാവുക. ഖാശിഅതൻ അബ്സാറുഹും. അന്നത്തെ ഒരു ഭീകരാവസ്ഥ എന്തെന്ന് വെച്ചാൽ ഖാശിഅതൻ അബ്സാറുഹും തർഹഖുഹും ദില്ല. അവരുടെ നോട്ടം തന്നെ താഴോട്ട് കീഴ്ന്ന് താണു പോകുന്നൊരവസ്ഥയായിരിക്കും. ഭയം കൊണ്ട്, വിഷമം കൊണ്ട്, കുറ്റബോധം കൊണ്ട് കണ്ണ് താന്നു പോകുന്നൊരവസ്ഥയുണ്ടാവും. അപമാനിതരായി വഖദ് കാനൂ യുദഊന ഇലസ്സുജൂദി വഹും സാലിമൂൻ. നേരത്തെ അവരോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, സമാധാനത്തിൻ്റെ സന്ദർഭത്തിൽ ദുനിയാവിൽ വെച്ചിട്ട് സുജൂദ് ചെയ്യാൻ പറഞ്ഞപ്പോൾ, അള്ളാഹിൻ്റെ 5 വക്ത് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളി കേൾക്കുന്ന സന്ദർഭത്തിലോ ജീവിതത്തിൽ അവർക്ക് നിസ്കരിക്കാൻ അവരെ വിളിക്കപ്പെട്ടപ്പോഴോ, ഇതൊക്കെ നമ്മളെപ്പറ്റി ഒരു ആത്മവിചാരണ നടത്തട്ടോ. എത്ര പേര് ഇതിൽ 5 വക്ത് നിസ്കരിക്കുന്നവർ കേൾക്കുന്നുണ്ട് എന്നറിയില്ല. ന്യായമായിട്ടും ഖുർആനൊക്കെ കേൾക്കാനിരിക്കുന്ന എല്ലാവരും 5 നേരം നിസ്കരിക്കുന്നവരായിരിക്കുമെങ്കിലും ഒരു ചോദ്യം, നിങ്ങളുടെ ജീവിതത്തിൽ ഒരു കാലഘട്ടം കഴിഞ്ഞു പോയിട്ടില്ലേ നിസ്കരിക്കാത്ത ഒരു കാലം? തൗബയോടെ മാത്രം ഓർക്കേണ്ട ഒരു കാലമാണ് പ്രിയമുള്ളവരെ. ജീവിതത്തിൽ നിഗളിച്ച് നടന്നൊരു യൗവനകാലം കഴിഞ്ഞു പോകാത്തവരുണ്ടോ? അള്ളാഹുവോട് തൗബ ചെയ്യേണ്ട സന്ദർഭമാണ്. അങ്ങനെയുള്ള സുന്ദരമായ സന്ദർഭത്തിൽ ഇപ്പോഴും ഇതൊക്കെ നിസ്കരിക്കാതെ നടക്കുന്ന ആളുകൾ നിങ്ങളുടെ കുടുംബത്തിലും സുഹൃബന്ധത്തിലൊക്കെ ഉണ്ടെങ്കിൽ അവരോട് ഓതിക്കൊടുക്കേണ്ട ഒരു ആയത്താണ് 43-ാമത്തെ ആയത്ത്.
42-ാമത്തെ ആയത്ത് ആദ്യം അവരോട് പറഞ്ഞു കൊടുക്കുക, പരലോകത്തെ സുജൂദ് ചെയ്യാൻ വേണ്ടി വിളിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ലോകത്തെ മുഅ്മിനീങ്ങൾ സുജൂദ് ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹിനെ കാണാനോ സുജൂദ് ചെയ്യാനോ പറ്റാത്തൊരവസ്ഥ മോളെ നിങ്ങൾക്ക് വരും. അതുകൊണ്ട് ഇപ്പം തന്നെ സുജൂദ് ചെയ്തോ. സാലിമൂനായിട്ടുള്ളൊരവസ്ഥ അള്ള ചോദിക്കുകയാണ്. വഖദ് ഖാനൂ യുദഊന ഇല സുജൂദി വഹും സാലിമൂൻ. ജീവിതത്തിൽ വല്ലാതെ സന്തോഷത്തോടെ സുജൂദ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടും അങ്ങനെ ജീവിതത്തിൽ നിസ്കരിക്കാതെ നടക്കുന്നവരെ ശ്രദ്ധിക്കണം. നട്ടെല്ലൊന്ന് പൊട്ടിയാൽ പോരെ, സ്പൈനൽ കോഡ് ഇഞ്ചുറി, വാഹനത്തിൽ യാത്ര ചെയ്യുന്നവരാണ്, റോഡിലൂടെ നടക്കുന്നവരാണ്, എന്തെങ്കിലും ഒരു അപകടം പറ്റി ഒന്ന് ചെറുങ്ങനൊന്ന് വീണ് പുറമടിച്ച് വീണ് അല്ലെങ്കിൽ ഒന്ന് സ്പൈനൽ ഇഞ്ചേർഡായിട്ട് നട്ടെല്ലൊന്ന് പൊട്ടി ഒന്ന് കിടപ്പിലായാൽ ജീവിതത്തിൽ ഒരിക്കലും സുജൂദ് ചെയ്യാൻ നമുക്ക് സാധിക്കൂല. കിടപ്പിലായ എത്ര രോഗികളുണ്ട്, 10, 15, 20 വർഷമൊക്കെ കിടപ്പിലായ എത്ര രോഗികളുള്ള നാടാണ് നമ്മുടെ കേരളം. അവരൊക്കെ എങ്ങനെ, അവർക്കൊന്ന് അള്ളാന്റെ മുമ്പിൽ സുജൂദ് ചെയ്യാൻ അവരുടെ മനസ്സൊരു പക്ഷെ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ആഗ്രഹം ഉണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും സുജൂദ്, സത്യം പറയാലോ, എൻ്റെ മനസ്സിൽ നിങ്ങൾക്ക് എത്ര പേർക്ക് ഉണ്ടായെന്നറിയില്ല, ഈ കോവിഡ് വന്ന സമയത്ത് ഞാൻ കൊതിച്ചു പോയിട്ടുണ്ട്. എന്നായിരിക്കും പടച്ചവനെ ഇനി ഒരിക്കലൊന്ന് സുജൂദിൽ വീഴിയാൻ. വല്ലാത്തൊരു ബുദ്ധിമുട്ടുണ്ടായൊരു സമയമാണ് അത്. ആ പള്ളിയിൽ അങ്ങനെ പള്ളിയോട് ബന്ധപ്പെടുകയും, എൻ്റെ കാര്യമല്ല നിങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സുജൂദ് പള്ളിയോടുമായിട്ട് ഇങ്ങനെ ബന്ധപ്പെട്ട ആ സമയത്ത് നമ്മൾ ഇനി അങ്ങനെ ഒരു കാലം ഉണ്ടാവുമോ. ഞാൻ യുഎയിലായിരിക്കുമ്പോഴായിരുന്നു ഇല്ലാത്ത ഒരു പ്രയാസം ഉണ്ടായ സമയത്ത്. പിന്നീട് ആ അവസ്ഥകളൊക്കെ മാറി. പിന്നെ അൽഹംദുലില്ലാഹ് ചേർന്ന് നിൽക്കാനും കാലോട് ചേർത്ത് പഴയ നിസ്കാരത്തിൻ്റെ അവസ്ഥയിലേക്കൊക്കെ പിന്നെയും പള്ളി മാസ്ക് ഇല്ലാതെ ഇങ്ങനെ ഒരവസ്ഥയിലേക്ക് എത്തിയപ്പോൾ അൽഹംദുലില്ലാഹ് എന്ന് പറയാം. ആദ്യമായിട്ട് പല സന്ദർഭത്തിലും പള്ളികൾ അടച്ചിടേണ്ട സന്ദർഭം ഉണ്ടായില്ലേ. അതൊക്കെ ഉണ്ടായപ്പോൾ നമ്മൾ ഭയപ്പെടേണ്ട സംഗതിയുണ്ട്. ലോകം അവസാനിച്ചില്ലെങ്കിലും നമ്മുടെ റൂഹൊന്ന് മാറിയാൽ, നമ്മുടെ എന്തെങ്കിലും രോഗം വന്ന് നമുക്ക് സുജൂദ് ചെയ്യാൻ പറ്റാതെ വന്നാൽ പിന്നീടുള്ള ജീവിതമായിരിക്കും ഈ ഭൂമിയിൽ ഏറ്റവും ദൗർഭാഗ്യമുള്ള ജീവിതം. പിന്നെ അങ്ങോട്ട് നമ്മുടെ ജീവിതം വളരെ ദൗർബല്യം, വല്ലാത്തൊരു ദൗർഭാഗ്യമുള്ള ജീവിതമായിരിക്കും. പിന്നെ അങ്ങോട്ടുള്ള ജീവിതം സുജൂദ് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥ. അതുകൊണ്ട് ദുനിയാവിലുള്ള ഒരാളുടെ ജീവിതത്തിൽ ആരോഗ്യമുള്ള സമയത്ത് ഉംറയും ഹജ്ജും ആവട്ടെ, സുജൂദാവട്ടെ, നമസ്കാരമാവട്ടെ, ഇതൊക്കെ ആരോഗ്യമുള്ള സമയത്ത് ധാരാളമായിട്ട് ചെയ്യുക. പ്രത്യേകിച്ച് തഹജ്ജുദ് നമസ്കാരമൊക്കെ അതൊന്നും പതിവാക്കാത്തവർ നേരത്തെ തന്നെ തുടങ്ങുക. ഇനിയും വൈകുന്നത് എങ്ങോട്ടാണ്? എത്ര കാലമാണ് അള്ളാഹിൻ്റെ ആയുസ് നമുക്ക് വിധിച്ചത് എന്നറിയില്ല. അതുകൊണ്ട് ഖാശിയത്തൻ, പേടിച്ചിട്ട് ഭയപ്പെട്ടുകൊണ്ട് അവരുടെ കണ്ണുകൾ കുഴിയിലേക്ക് പോവുകയും അത് താഴോട്ട് അപമാനഭാരത്താൽ ഇങ്ങനെ തലകുമ്പിട്ട് നിൽക്കേണ്ട അവസ്ഥ ഈ കാഫിറുകൾക്കുണ്ടാകും. അവരോട് ചോദിക്കുക, നിങ്ങൾക്കൊരു കാലം കടന്നു പോയില്ലേ? ദുനിയാവിൽ സമാധാനത്തോടെ സുജൂദ് ചെയ്യാൻ നിങ്ങൾ വിളിച്ചപ്പോൾ നിങ്ങൾ പോയില്ലല്ലോ. ഫസർനീ വമൻ യുകദ്ദിബു ബിഹാദൽ ഹദീസ്. അതുകൊണ്ട് അവരങ്ങ് വിട്ടേക്ക് നബിയേ. ആ കളവാക്കുന്ന ആളുകളുടെ കാര്യത്തിൽ അവർക്ക് ഒരു ഹദീസും അവർക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ വചനങ്ങൾ തള്ളിപ്പറയുന്നവരാണ്. അവർ ഈ ദർശനത്തെ, ഹദീസിനെ, ഈ ഹിദായത്തിൻ്റെ വാക്കുകളൊക്കെ തള്ളിക്കളയുന്നവരാണ്. അവരങ്ങോട്ട് വിട്ടേക്ക് നബിയേ. അവരെ കാര്യത്തിൽ നീ ടെൻഷൻ അടിക്കണ്ട. അവരാണ് യഥാർത്ഥത്തിൽ ഭ്രാന്തന്മാരും വഴികേടിലായവരും. സനസ്തദ്രിജുഹും മിൻ ഹൈസു ലാ യഅലമൂൻ. അവരറിയാതെ മെല്ലെ അവരെ പിടികൂടുന്നതാണ്. കോവിഡ് വൈറസ് കയറുന്ന പോലെ നമ്മൾ കാണുന്നില്ലല്ലോ. മെല്ലെ അറിയാതെ നമ്മുടെ ശരീരത്തിൽ കയറുന്ന പോലെ അവരുടെ ജീവിതത്തിലേക്ക് മെല്ലെ മെല്ലെ നഷ്ടങ്ങൾ ഉണ്ടാവുകയും തോട്ടക്കാരെ നശിപ്പിച്ച പോലെ അവരുടെ സമ്പത്തും സന്താനങ്ങളെയും അവരുടെ അധികാരങ്ങളൊക്കെ അള്ളാഹ് അങ്ങ് നശിപ്പിച്ച് കളയും. അതിനൊന്നും അധിക കാലം എടുത്തോളന്നില്ല. അതുകൊണ്ട് അവരുടെ കാര്യത്തിൽ നമ്മൾ വിഷമിക്കണ്ട. നബിയുടെ പ്രവർത്തനങ്ങളുമായിട്ട് മുന്നോട്ട് പോവുക. വഉംലീ ലഹും ഇന്ന കൈദീ മതീൻ. അവർക്ക് കുറച്ച് സമയം കൊടുത്തതാണ്. ഇത് പല സൂറത്തിലും പല ആയത്തിലും ഇത് പറഞ്ഞിട്ടുണ്ട്. കുറച്ച് സമയം അവർക്ക് കൊടുത്തതാണ് കാഫിറുകൾക്ക്. ആ സമയം കഴിഞ്ഞാൽ ഇന്ന കൈദീ മതീൻ. പിന്നെ അതിനുശേഷം റബ്ബിൻ്റെ തന്ത്രം അങ്ങ് നടപ്പാക്കും. അവരെ അങ്ങ് നശിപ്പിച്ച് കളയും. അവർക്കുള്ളത് ശിക്ഷ, അദാബ് ദുനിയാവിൽ വെച്ചിട്ട് തന്നെ കൊടുക്കപ്പെടും. അം തസ്അലുഹും അജ്റൻ ഫഹും മിൻ മഗ്റമിൻ മുസ്ഖലൂൻ.
എന്താ അപ്പോൾ അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ കാരണം? നീ അവരോട് വല്ല പ്രതിഫലവും ചോദിക്കുന്നുണ്ടോ? അവരിങ്ങനെയൊക്കെ പ്രവർത്തിക്കാൻ, മുസ്കലൂനായിട്ട് പ്രവർത്തിക്കാൻ, അവർ വല്ലാത്തൊരു പ്രയാസം നിൻ്റെ കാര്യത്തിൽ ഇങ്ങനെ പ്രയാസപ്പെടാനൊക്കെ കാരണം എന്താ? അവരോട് സാലറി ചോദിക്കുന്നുണ്ടോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സത്യപ്രബോധനം നടത്തുന്നതിന് അവരോട് ശമ്പളം പറ്റുന്നുണ്ടോ? പിന്നെന്തിനാ അവർക്ക് വലിയ ബുദ്ധിമുട്ട്? അം ഇൻദഹുമുൽ ഗൈബു ഫഹും യക്തുബൂൻ. അല്ലെങ്കിൽ അവരുടെ വശം അല്ലെങ്കിൽ എന്തെങ്കിലും ഗൈബിയായിട്ടുള്ള അറിവുണ്ടോ അവർക്ക്? അങ്ങനെ ആരെങ്കിലും അത് എഴുതി കൊടുക്കുന്നുണ്ടോ? അവർ ഈ പറഞ്ഞു നടക്കുന്ന കാര്യങ്ങൾക്ക് യാതൊരു അടിസ്ഥാനവുമില്ല എന്നത് റസൂലുള്ളാഹിയെ സമൂഹത്തെ, ലോകത്തെ ബോധ്യപ്പെടുത്തുകയാണ്. ഫസ്ബിർ ലിഹുക്മി റബ്ബിക വലാ തകുൻ കസാഹിബിൽ ഹൂതി ഇദ് നാദാ വഹുവ മക്ദൂം. മത്സ്യക്കാരനെ പോലെ, സാഹിബുൽ ഹൂത്തിനെ പോലെ ആകരുത്. യൂനുസ് നബിയെ അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. പക്ഷേ യൂനുസ് നബി ചെറിയൊരു തെറ്റ് ചെയ്തു. ഒരുപാട് സത്യപ്രബോധന ഘട്ടത്തിൽ ഒരുപാട് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിയ സന്ദർഭത്തിൽ യൂനുസ് നബി വളരെ ലോലഹൃദയനാണ്. നാട്ടുകാരെ അധിക്ഷേപിച്ചപ്പോൾ, കള്ളനെന്ന് വിളിച്ചപ്പോൾ, ഭ്രാന്തനെന്ന് വിളിച്ചപ്പോൾ, എത്ര സത്യപ്രബോധനം നടത്തിയിട്ടും അതൊക്കെ നിരാകരിച്ചപ്പോൾ യൂനുസ് നബിക്ക് വല്ലാത്ത വിഷമമുണ്ടായി. അതുകൊണ്ട് യൂനുസ് നബി ആ ദൗത്യത്തിൽ നിന്നൊന്ന് വഴിമാറി നടന്നപ്പോൾ മീൻ തിന്നുപോയ, മീനിൻ്റെ വയറ്റിൽ കുടുങ്ങിപ്പോയ, എന്നിട്ട് അവിടെ വെച്ചിട്ട് ആ ഒരു അള്ളാഹു രക്ഷപ്പെടുത്തിയ കഥയെ ഓർമ്മപ്പെടുത്തുകയാണ്. അതുപോലെ നീ ആവരുതേ മുഹമ്മദേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അദ്ദേഹം ദുഃഖിതനായിട്ട് പ്രാർത്ഥിച്ചു. യൂനുസ് നബി അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്, ലൗലാ അൻ തദാറകഹു നിഅമതും മിർ റബ്ബിഹി ലനുബിദ ബിൽ അറാഇ വഹുവ മദ്മൂം. എൻ്റെ നാഥനിൽ നിന്നുള്ള അനുഗ്രഹം രക്ഷയ്ക്കെത്തിയില്ലായിരുന്നെങ്കിൽ അദ്ദേഹം ആ പാഴ്മണൽ കാട്ടിൽ ആക്ഷേപിതനായി ഉപേക്ഷിക്കപ്പെടുമായിരുന്നു. അപ്പോൾ സാഹിബുൽ ഹൗത്ത് എന്ന് പറഞ്ഞാൽ ഇവിടെ രണ്ടർത്ഥം മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്. യൂനുസ് നബിയായിട്ട് ബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിലും പറയുന്നുണ്ട്. പണ്ട് അതുപോലെ ഒരിക്കലും നിരാശനായി ജീവിച്ച ഒരു മനുഷ്യനെ പറ്റിയും പറയുന്നുണ്ട്. അങ്ങനെ ഏതായാലും ചരിത്രത്തിൽ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊന്നും നിരാശപ്പെട്ട പോലെ നീ നിരാശപ്പെടരുത്. നിനക്കുള്ളത് ഒരുപാട് നൽകാനുണ്ട്. ദുനിയാവിൽ ഒരുപാട് നിനക്ക് അഭിവൃദ്ധികളെ നേടാനുള്ളൂ. നിൻ്റെ നാമം മഹത്വപ്പെടുന്ന ഒരു ലോകമാണ് ഇനി വരാനുള്ളത്. വിജയം തൊട്ടരികിലാണ്. വജ്തബാഹു റബ്ബുഹു ഫജഅലഹു മിനസ് സ്വാലിഹീൻ. അള്ളാഹു അവസാനം റബ്ബ് അദ്ദേഹത്തെ തിരഞ്ഞെടുത്തു. അങ്ങനെ സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു, സാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തുകയും ചെയ്തു. ഇത് ഈ സംഭവമായിട്ട് ബന്ധപ്പെട്ടാണ്. സാഹിബിൽ ഹൗത്ത് എന്ന് പറഞ്ഞാൽ, സാഹിബിൽ ഹൗത്ത് എന്ന് പറഞ്ഞാൽ മത്സ്യക്കാരൻ. അപ്പോൾ മത്സ്യക്കാരനുമായിട്ട് ബന്ധപ്പെട്ട രണ്ട് കഥകളുണ്ട്. രണ്ട് കഥകളും സൂചിപ്പിക്കുന്നത് ഒന്ന് യൂനുസ് നബിയെ സംബന്ധിച്ചാവാം, അല്ലെങ്കിൽ മറ്റൊരു മത്സ്യക്കാരനെ ആവാം. അവർ വലിയ നിരാശരായിട്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നിരാശ ബാധിക്കേണ്ട കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ ഏത് സത്യത്തിനും ധർമ്മത്തിനും നീതിക്കും വേണ്ടി ജീവിതത്തിൽ എവിടെയൊക്കെ, അത് കുടുംബത്തിലായാലും നാട്ടിലായാലും ഒക്കെ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്കിതിൽ ആക്ഷേപസ്വരങ്ങൾ ഉയരുക സ്വാഭാവികമാണ്. അതിനെ സ്വാഭാവികമായിട്ട് അതിനൊക്കെ കാണാവൂ. അതൊന്നും നമ്മൾ മനസ്സിലേക്ക് എടുക്കേണ്ടതില്ല. അതൊക്കെ ഇതിൻ്റെ ഭാഗമാണ്. റസൂലിനോട് പറയുമ്പോൾ അത് നമ്മളോടും കൂടി തന്നെയാണ്. ലോകത്തുള്ള എല്ലാ ദഅവാ മേഖലകളിൽ അള്ളാഹിൻ്റെ ദീനിൻ്റെ സത്യപ്രബോധനത്തിൻ്റെ വഴിയിൽ ജീവിക്കുന്ന എല്ലാവർക്കും അത് പാഠമാണ്. وَإِنْ يَكَادُ الَّذِينَ كَفَرُوا لَيُزْلِقُونَكَ بِأَبْصَارِهِمْ لَمَّا سَمِعُوا الذِّكْرَ وَيَقُولُونَ إِنَّهُ لَمَجْنُونٌ. يَكَادُ الَّذِينَ كَفَرُوا കാഫിറുകൾ ലയുസ്ലിഖൂനക അവർ നിന്നെ ഇങ്ങനെ നോക്കുന്നുണ്ടല്ലോ. അവരുടെ അബ്സ്വാരിഹിം അവരിങ്ങനെ നിന്നിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണല്ലോ. ലമ്മാ സമിഉ സിക്ര നീ ഇങ്ങനെ ഉത്ബോധനം നടത്തുമ്പോൾ, എന്നിട്ട് ആ ഉത്ബോധനമൊക്കെ കേട്ടിട്ട് അവർ പറയും വയഖൂലൂന ഇന്നഹു ലമജ്നൂൻ. ഇത് ഭ്രാന്ത് വചനമാണ്. ഇതെന്ത് ഭ്രാന്താണ് ഈ പറയണത്? ഒരു പരലോകമുണ്ടെന്നോ, നമ്മൾ എല്ലാവരും സമന്മാരാണെന്നോ, നമ്മൾ 5 നേരം അള്ളാഹിൻ്റെ മുമ്പിൽ
മുമ്പിൽ സുജൂദ് ചെയ്യണമെന്നോ നമ്മുടെ സമ്പത്തിന് അവകാശം കൊടുക്കണമെന്നോ എന്തൊക്കെയാ ഈ പുലമ്പുന്നത്, ഇത് ഭ്രാന്താണ് എന്ന് അവർ പറയുമ്പോൾ അതൊന്നും കാര്യമാക്കേണ്ട, നീ അതിലൊന്നും വിഷമിക്കേണ്ട. വമാ ഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ, ഇത് ലോകത്തുള്ള മുഴുവൻ ജനങ്ങൾക്കും ഒരു ഓർമ്മപ്പെടുത്തലാണ്. ഈ ഖുർആൻ പറയുന്ന കഥകളിലൂടെ ഈ ഖുർആൻ്റെ ഉത്ബോധനം, സത്യമതം, സത്യദർശനം സ്വീകരിക്കാൻ, അള്ളാഹുവെ ഉൾക്കൊള്ളാൻ, അള്ളാഹിൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം നയിക്കാനുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുകൊണ്ടൊരിക്കലും നീ വിഷമിക്കല്ല യാ റസൂലല്ലാ എന്ന് പറഞ്ഞ അള്ളാഹിൻ്റെ റസൂലിനെ ആശ്വസിപ്പിക്കുന്ന ആശ്വാസത്തിൻ്റെ വചനങ്ങളാണ് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഖലമിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. കാഫിറുകൾ അവരുടെ സമ്പത്തിൻ്റെ പേരിലും മക്കളുടെ പേരിലും അവരഹങ്കാരവുമായിട്ട് അവർ ജീവിച്ചോട്ടെ, അവർക്ക് അല്പകാലം അങ്ങ് ജീവിച്ചോളും, പക്ഷേ അവരെ ഈ ദുനിയാവിൽ വെച്ച് തന്നെ അള്ളാഹ് പിടികൂടുമെന്ന ഒരു വാക്ക് അള്ളാഹിൻ്റെ റസൂല് പറയാതെ എക്കാലത്തും അങ്ങനെ തന്നെയാണ്. അള്ളാഹുവേ ഞങ്ങളെ കാഫിറുകളിലാക്കല്ലേ അല്ലാ, അള്ളാഹുവേ സത്യനിഷേധികളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, അള്ളാഹുവേ ഞങ്ങളെ മുഅ്മിനീങ്ങളാക്കണേ അല്ലാ, അള്ളാഹുവേ ഞങ്ങളുടെ ഈമാനിനെ പൂർത്തീകരിച്ച് തരണേ അല്ലാ, അള്ളാഹുവേ ഞങ്ങളുടെ കൽബകങ്ങളിൽ വിശ്വാസം പൂർത്തിയാക്കി തരണേ അല്ലാ, അള്ളാഹുവേ ഞങ്ങളുടെ നാവ് കൊണ്ട് തന്നെ ഇതുപോലെ തസ്ബീഹ് ചെയ്യാൻ, തഹ്ലീൽ ചെയ്യാൻ, അള്ളാഹുവേ ദിക്റിലും ഫിക്റിലുമായിട്ട് ജീവിക്കാൻ അള്ളാഹുവേ തൗഫീഖ് ചെയ്യണേ അല്ലാ, നിന്നോടിങ്ങനെ പ്രാർത്ഥിക്കാനുള്ള നല്ല മനസ്സ് നൽകണേ അല്ലാ, അള്ളാഹുവേ ദുആ ചെയ്യാൻ പോലും മനസ്സില്ലാത്ത പിശുക്കന്മാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തല്ലേ അല്ലാ, അള്ളാഹുവേ ഓർമ്മ വെച്ച കാലം മുതൽ നിന്നോട് മാത്രമേ പ്രാർത്ഥിച്ചിട്ടുള്ളൂ, നിന്നോട് മാത്രമേ തേടിയിട്ടുള്ളൂ, എല്ലാ തേട്ടങ്ങളും നിന്നോട്, എല്ലാ ദുആയും നിന്നോട് മാത്രം. റബ്ബേ നീ ഞങ്ങളെ സ്വീകരിക്കണേ അല്ലാ, അള്ളാഹുവേ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ, അബൂബക്കറിൻ്റെ, ഉമറിൻ്റെ, ഉസ്മാൻ്റെ, അലിയുടെ, ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അശറത്ത് മുബശ്ശിരീങ്ങളുടെ കൂടെ, അംബിയാ മുർസലുകളുടെ കൂടെ, ആദം ഹവ്വ ദമ്പതികളുടെ ആ ചരിത്രത്തിലെ എല്ലാ നൂഹ് അലൈഹിസ്സലാം, മൂസ, ഈസ, ഇബ്രാഹിം, എല്ലാ പ്രവാചകന്മാരുമൊക്കെ ഇങ്ങനെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസിൽ ഇങ്ങനെ ഇരുന്ന് സന്തോഷത്തോടെ ജീവിക്കുന്ന ആ സന്ദർഭത്തിൽ അള്ളാഹുവേ ഒരു ചെറിയ അറ്റത്തെങ്കിലും ഞങ്ങൾക്ക് സ്ഥാനം നൽകണേ അല്ലാ. ചോദിക്കാനുള്ള അവകാശമുണ്ടെന്നറിയില്ല അള്ളാഹുവേ, ജീവിതത്തിലേക്ക് പിന്നോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ പാപങ്ങളുടെ ഒരു ലോകം തന്നെ കാണുന്നല്ലാ, പുറത്തു തരണേ അല്ലാ, അറിഞ്ഞു ചെയ്ത തെറ്റുകൾ പുറത്തു തരണേ അല്ലാ, അറിയാതെ വന്നു പോയ വീഴ്ചകൾ പുറത്തു തരണേ അല്ലാ. അള്ളാഹുവേ കൽബ് തട്ടിപ്പറയാ പ്രാർത്ഥിക്കുക റബ്ബേ, വിശുദ്ധ ഖുർആൻ്റെ ഈ അഹ്ലിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഈ ഒരു കാലഘട്ടത്തിലും തെറ്റിൻ്റെ ഒരുപാട് തിന്മകളുടെ കാലഘട്ടത്തിൽ അള്ളാഹുവേ ഹലാൽ എന്തെന്ന് ഹറാം എന്തെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു സമ്മിശ്രമായ ഈ കാലഘട്ടത്തിലും വിശുദ്ധ ഖുർആൻ്റെ വചനങ്ങൾ, നിൻ്റെ കലാം കേൾക്കാൻ സമയം മാറ്റിവെച്ചുകൊണ്ട് ഈ ശബ്ദം കേൾക്കുന്നവർ അള്ളാഹുവേ അവരുടെ സമയം നീ പാഴാക്കി കളയല്ലേ അല്ലാ. അള്ളാഹുവേ അവർക്ക് വിശുദ്ധ ഖുർആനിൻ്റെ, ഞങ്ങൾക്കെല്ലാവർക്കും വിശുദ്ധ ഖുർആൻ്റെ ഹിദായത്തിൽ ഞങ്ങളാക്കണേ അല്ലാ. ഖുർആൻ ഉൾക്കൊള്ളുന്ന ഹൃദയമായി ഞങ്ങളുടെ ഹൃദയത്തെ പരിവർത്തിപ്പിക്കണേ അല്ലാ. നിൻ്റെ വചനങ്ങൾ കേൾക്കുമ്പോൾ സഹിക്കാൻ പറ്റണില്ല എന്ന് പല സഹോദരങ്ങളും ഇങ്ങനെ അവരുടെ ജീവിതത്തിൽ ഒരു പക്ഷെ മദ്രസ കാലഘട്ടത്തിലടക്കം വിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനോ ഒന്നും ജീവിതത്തിൽ സാഹചര്യമില്ലാത്ത പല ആളുകളും അവർ വളരെ സന്തോഷത്തോടെ ഇത് വാക്ക് പറയുമ്പോൾ സഹിക്കാൻ പറ്റണില്ല എന്ന, കൽബ് പടഞ്ഞു പോകുന്നു എന്ന വാക്ക് പറയുമ്പോൾ പ്രിയമുള്ള ആ ആളുകളുടെ മനസ്സിൽ എത്രയാ റബ്ബേ നീ ഈമാൻ നൽകിയിട്ടുള്ളത്, വിശ്വാസം നൽകിയിട്ടുള്ളത്, അവരുടെ മനസ്സ് ഭയവിഹ്വലമാകുന്നത്, തഖ്വയോടെ സൂക്ഷ്മതയിലേക്ക് വരുന്നത് കൽബിൻ്റെ അകത്ത് നിന്നോടുള്ള ഇഷ്ടം കൊണ്ടാ റബ്ബേ. അതുകൊണ്ട് അവരുടെ തേട്ടങ്ങളെ, അവരുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങളൊക്കെ നടപ്പാക്കി കൊടുക്കണേ, എല്ലാ ഹലാലായ മുറാദുകളും ഹാസിലാക്കി കൊടുക്കണേ അല്ലാ.
അവരുടെ ജീവിതത്തിലൊക്കെ റഹ്മത്ത് നൽകണേ അല്ലാ, ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ, ഖുർആൻ നന്നായിട്ട് ജീവിതത്തിൽ മുഴുവനും മനസ്സിലാക്കി വായിക്കാനും അതനുസരിച്ച് ജീവിക്കാനും തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണേ യാ അല്ലാ. 5 വഖ്ത് നിന്റെ മുമ്പിൽ സുജൂദിൽ വീഴാൻ മനസ്സ് നൽകണേ അല്ലാ. യാതൊരു മടിയും ആലസ്യവും ഈ വിഷയത്തിലുണ്ടാക്കല്ലേ അല്ലാ. അല്ലാഹുവേ, ഈമാൻ ഉറപ്പിച്ച് തരണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെയും അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളാക്കണേ അല്ലാ. ഞങ്ങളുടെ ഭാര്യമാരിൽ സന്തോഷത്തോടെ റഹ്മത്തും ബർക്കത്തും അവർക്കും പ്രദാനം ചെയ്യണേ അല്ലാ. അവരെയും ഹിദായത്തിലാക്കണേ അല്ലാ. കുടുംബത്തോടെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ തൗഫീഖ് ചെയ്യണേ അല്ലാ. വഴികേടിലാക്കല്ലേ അല്ലാ, വിഷമിപ്പിക്കല്ലേ അല്ലാ. വഹിക്കാനാവാത്ത ഭാരങ്ങൾ ജീവിതത്തിൽ ഇനിയും നൽകല്ലേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് ജീവിതത്തിൽ പ്രയാസപ്പെട്ടവരാണ് ഓരോ ജീവിതങ്ങളും. വ്യത്യസ്തമായ പരീക്ഷണങ്ങളല്ല. ഇനിയും പരീക്ഷണങ്ങൾ താങ്ങാൻ പറ്റില്ല അല്ലാ. വിഷമങ്ങൾ ഒരുപാട് സഹിച്ചവരാണല്ല. ഇനിയും പ്രയാസപ്പെടുത്തല്ലേ അല്ലാ. ഇനിയുള്ള കൊച്ചു ജീവിതകാലം സമാധാനത്തോടെ ഇബാദത്ത് ചെയ്ത് സന്തോഷത്തോടെ ഈമാനോടെ മുഅ്മിനായിട്ട് ഈ ലോകത്തുനിന്ന് യാത്ര പറയാൻ നീ തൗഫീഖ് ചെയ്യണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളുടെ കുടുംബത്തെ നീ അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, നമസ്കാരം പോലും ഇല്ലാതെ ജീവിതത്തിൽ ദീനുമായി ബന്ധമില്ലാത്ത പല രക്തബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ ഞങ്ങളുടെ കുടുംബത്തിലുണ്ട്. അല്ലാഹുവേ, ഹിദായത്തിലാക്കണേ അല്ലാ. ഞങ്ങളുടെ നാടിനെ നീ അനുഗ്രഹിക്കണേ അല്ലാ. എല്ലാ തരത്തിലുള്ള അക്രമപ്രവർത്തനങ്ങളിൽ നിന്നും ഈ നാടിനെ നീ സംരക്ഷിച്ച് നിലനിർത്തണേ അല്ലാ. ഈ നാടിന് നല്ല ഭരണാധികാരികൾ നൽകണേ അല്ലാ. അല്ലാഹുവേ, ലോകത്തിൻ്റെ നാനാഭാഗത്തും വിശപ്പ് സഹിക്കുന്ന പട്ടിണിക്കാര, മിസ്കീനായ, യതീമായ, അഗതികളായിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അല്ലാഹുവേ, അവരുടെ വിശപ്പ് നീ ഏറ്റെടുക്കണേ അല്ലാ. അവർക്ക് പ്രയാസപ്പെടുത്തുന്നവർ, അല്ലാഹുവേ, അക്രമം കാണിക്കുന്നവർ, അവരെ ബുദ്ധിമുട്ടിക്കുന്നവർ, അവരുടെ അവകാശങ്ങൾ കൈവശം വെച്ച് ജീവിക്കുന്നവർ, ആ ആളുകളെ ഹിദായത്തിലാക്കണേ. അല്ലെങ്കിൽ നിൻ്റെ മുമ്പിൽ സുജൂദിൽ വീഴ്ത്തണേ. അതുമല്ലെങ്കിൽ അല്ലാഹുവേ, അവർക്ക് അർഹമായ ശിക്ഷ കൊടുക്കണേ അല്ലാ. ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇസ്ലാമിക പ്രവർത്തനം നടത്തുന്ന പ്രവർത്തകർക്ക് അല്ലാഹുവേ നീ തണലാകണേ അല്ലാ. അവരെ നീ സഹായിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക مجيب الدعوات يا قاضي الحاجات اللهم ربنا أجرنا من النار. اللهم ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا إصرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقة لنا به واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اللهم ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا تقبل منا يا رب العالمين. وآخر دعوانا الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.